ഹലോ മച്ചമാരെ, വെൽക്കം ബാക്ക് ടു മല്ലു എക്സ്പ്ലെയിനർ. കടൽ കൊള്ളക്കാരുടെ കഥ കേൾക്കാൻ എനിക്ക് എന്തോ വല്ലാത്തൊരു ഇഷ്ടമാണ്, ഒരു വല്ലാത്ത വൈബാണ്. അപ്പൊ ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത് നഷ്ടപ്പെട്ട നിധി അത് തേടി പോകുന്ന ഒരു കൂട്ടം കടൽ കൊള്ളക്കാരുടെ കഥയാണ്. ആരാണ് അവരുടെ കയ്യിൽ നിന്നും ആ നിധി മോഷ്ടിച്ചത്? എവിടെയാണ് ആ നിധി ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത്? എന്തായാലും അവസാനം അവരൊരു ദ്വീപ് കണ്ടെത്തി അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. എന്നാൽ അവിടെ ഇവർക്കായിട്ട് ഒരാൾ കാത്തിരിപ്പുണ്ടായിരുന്നു. പിന്നീട് അങ്ങോട്ടേക്ക് കഥ മാറുകയാണ്. കിഡിലിന് ആക്ഷൻ, അഡ്വഞ്ചർ, അടിപൊളിയായിട്ടുള്ള ഒരു മൂവി തന്നെയാണ്. സോ ധൈര്യമായിട്ട് നിങ്ങൾക്ക് ഈ ഒരു കഥ കേട്ടു തുടങ്ങാം. അപ്പൊ പോവല്ലേ കഥയുടെ ഈ മായാൽ ലോകത്തിലേക്ക്. സോ അഗെയിൻ വെൽക്കം ബാക്ക് ടു മല്ലു എക്സ്പ്ലെയിനർ. സിനിമയുടെ ആരംഭത്തിൽ കടലിലൂടെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കപ്പലിനെ കാണിക്കുകയാണ്. പെട്ടെന്ന് കടൽ കൊള്ളക്കാരുടെ ഒരു കപ്പൽ വന്ന് ഈ ചെറിയ കപ്പലിനെ ആക്രമിക്കുകയാണ്. ആയുധങ്ങളുമായി ആ വ്യാപാര കപ്പലിലേക്ക് ഇടിച്ചു കയറിയ ഈ കടൽ കൊള്ളക്കാർ അതിലെ ഓരോരുത്തരെയായിട്ടും വെട്ടിക്കൊന്നുകൊണ്ടിരിക്കുകയാണ്. ഇതേ നേരം തന്നെ കപ്പലിന്റെ ഉൾഭാഗത്തായിരുന്നു ക്യാപ്റ്റൻ ആയിട്ടുള്ള തിയോഡോർ ഉണ്ടായിരുന്നത്. ഇയാള് വേഗം തന്നെ അദ്ദേഹത്തിന്റെ പെട്ടിയിൽ നിന്നും അദ്ദേഹത്തിന്റെ സമ്പാദ്യമായ 2 സ്വർണ്ണക്കട്ടകൾ എടുത്ത് കീശയിൽ വെക്കുന്നുണ്ട്. അതുപോലെ തന്നെ താഴേക്ക് ഇറങ്ങി വരുന്ന കൊള്ളക്കാരെ ഇയാൾ നേരിടുക കൂടെ ചെയ്യുന്നുണ്ട്. പക്ഷേ കാര്യം ഉണ്ടായിരുന്നില്ല. ഒരുപാട് പേരെ കൊന്ന് അവസാനം കപ്പലിന്റെ ക്യാപ്റ്റനായിട്ടുള്ള തിയോഡോറിനെയും അവർ പിടിച്ചു കിട്ടുകയാണ്. അങ്ങനെ പൂർണ്ണമായിട്ടും ഇവർ പരാജയപ്പെട്ട് കഴിഞ്ഞപ്പോ ഈ കടൽ കൊള്ളക്കാരുണ്ടല്ലോ, ഇവരുടെ ക്യാപ്റ്റൻ അങ്ങോട്ടേക്ക് വരികയാണ്. അയാളുടെ പേര് ക്യാപ്റ്റൻ കോണർ എന്നാണ്. വന്ന ആദ്യ സമയം തന്നെ ഈ കോണർ തിയോഡോറിനോട് ചോദിക്കുന്നത്, വെറും ഒരു വ്യാപാര കപ്പലായ ഈ കപ്പലിൽ എങ്ങനെയാണ് എന്റെ മുദ്ര പതിച്ച സ്വർണ്ണ ബിസ്ക്കറ്റ് വന്നത്? അതെനിക്ക് അറിയണമെന്ന് പറയണം. എന്നാൽ തിയോഡോർ അതെങ്ങനെ കിട്ടിയെന്നോ എങ്ങോട്ടേക്ക് കൊണ്ടുപോകുന്നോ ഈ കാര്യമൊന്നും പറയുന്നില്ല. ഈ സമയത്താണ് കടൽ കൊള്ളക്കാരുടെ ക്യാപ്റ്റൻ കോണറിന്റെ റൈറ്റ് ഹാൻഡ് ആയിട്ടുള്ള ലീക്ക് ഒരു പുസ്തകം കിട്ടുന്നത്. അതിൽ ഇവർ ഏത് തുറമുഖത്തേക്കാണ് പോകുന്നത് എന്നതിനെ കുറിച്ചുള്ള വിവരങ്ങൾ ഉണ്ടായിരുന്നു. കെയ്മാൻ ബ്രാക്ക് ആ ഭാഗത്തുള്ള തുറമുഖത്തേക്കാണ് ഇവർ പോകുന്നത്. അതുകൊണ്ട് തന്നെ ഈ കടൽ കൊള്ളക്കാരുടെ അടുത്ത ലക്ഷ്യം നേരെ ഇനി ആ ദ്വീപിലേക്കാണ്. കാരണം ആ ദ്വീപിൽ നിന്ന് വന്ന തിയോഡറിന്റെ കയ്യിൽ ഈ നാണയങ്ങൾ ഉണ്ടെങ്കിൽ അതിനർത്ഥം ഇതിന്റെ ബാക്കി ആ ദ്വീപിൽ ഉണ്ടാവുമല്ലോ. കാരണം കടൽ കൊള്ളക്കാരനായ കോണറിന്റെ കയ്യിൽ നിന്നും വർഷങ്ങൾക്ക് മുന്നേ മോഷണം പോയ ഒരു വലിയ നിധിശേഖരമുണ്ട്. അതിന്റെ ഒരു ഭാഗം മാത്രമായിരുന്നു ഇത്. ഇതിനുശേഷം കാണിക്കുന്നത് കെയ്മാൻ ബ്രാക്ക് എന്ന് പറഞ്ഞ ആ ദ്വീപാണ്. ഒരുപാട് ആളുകളൊന്നും അവിടെ താമസിക്കുന്നില്ല. ഒരു ചെറിയ ദ്വീപാണ്. എന്നാലും അത്യാവശ്യം ആളുകളും സൗകര്യമൊക്കെ ആയിട്ട് സമാധാനത്തിൽ ജീവിക്കുന്ന ആൾക്കാരാണ് അവിടെ. അവർക്കായിട്ട് ചെറിയ നിയമങ്ങളും അതുപോലെ തന്നെ അവർക്കായിട്ട് ചെറിയ അധികാരികളും എല്ലാം അവിടെ ഉണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞതുപോലെ തന്നെ നല്ല സമാധാനത്തിൽ ജീവിക്കുന്ന ആൾക്കാരാണിത്. ഇപ്പൊ ആ ദ്വീപിലെ ഒരു മലയുടെ മുകളിൽ നിന്നും ഒരു ബൈനോക്കുലർ വെച്ച് കടലിലേക്ക് തന്നെ ഒരു സ്ത്രീ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. കുറെ ദിവസങ്ങൾക്ക് മുന്നേ വ്യാപാരത്തിനായിട്ട് കടലിലേക്ക് പോയ അവളുടെ ഭർത്താവ് തിരിച്ചു വരുന്നുണ്ടോ എന്ന് നോക്കുകയാണ്. എല്ലാ ദിവസവും ഇതുപോലെ ഇവിടെ വന്ന് നിൽക്കും. എന്നത്തെയും പോലെ തന്നെ ഇന്ന് കടലിൽ കപ്പലൊന്നും കാണാനില്ല. ചെറിയൊരു നിരാശയോട് കൂടിയിട്ട് അവൾ വീട്ടിലേക്ക് മടങ്ങുകയാണ്. ഇതേ നേരം തന്നെ അവളുടെ വീട്ടിൽ അവളുടെ ഭർത്താവിന്റെ അനിയത്തിയായിട്ടുള്ള നമ്മുടെ എലിസബത്ത് വീട്ടിൽ ഓരോ ജോലികൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ജനലിലൂടെ അവളുടെ കാമുകൻ വെസ്റ്റിൻ അങ്ങോട്ടേക്ക് ചാടി വരുന്നുണ്ട്. രണ്ടുപേരും നല്ല ഇഷ്ടത്തിലാണ്. എന്നാൽ ചെറിയൊരു പേടി ഉണ്ടായിരുന്ന ഈ എലിസബത്ത് പറയാണ്, എത്രയും പെട്ടെന്ന് നീ ഇവിടുന്ന് പോയിക്കോട്ടോ, ചേച്ചി ഇപ്പൊ വരുവേ, നിന്നെ കണ്ട പിന്നീട് ഓരോന്ന് അതും ഇതും പറയും. ഇപ്പൊ വെസ്റ്റൻ പറയാണ്, എലിസബത്തെ നീ എന്റെ കൂടെ വരുന്നില്ലേ? നമുക്ക് ഈ ചെറിയ ദ്വീപെല്ലാം വിട്ട് പുറം ലോകത്തേക്ക് പോകണ്ടേ? ആ ലോകം നമുക്ക് കാണണ്ടേ? ഇന്ന് രാത്രി ഞാൻ പറഞ്ഞ ആ ഒരു സ്ഥലത്ത് ഞാൻ കാത്തു നിൽക്കും, നീ എന്തായാലും രാത്രി അങ്ങോട്ടേക്ക് വരണം എന്ന് പറയണം. ഇപ്പൊ എലിസബത്ത് പറയാണ്, അത് നമ്മൾ സംസാരിച്ചല്ലേ, ഇപ്പൊ നീ പോകുന്നു പറയാണ്. എന്നാൽ ഇതേ നേരത്ത് തന്നെ അങ്ങോട്ടേക്ക് എർസൽ വരുന്നുണ്ട്. ഗേറ്റ് തുറക്കുകയാണ്. ഗേറ്റ് തുറക്കുന്ന സമയത്ത് അതിന്റെ ആ ഒരു കയറ് വീട്ടിലെ ഒരു മണിയുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. സോ വാതിൽ തുറന്നാൽ അപ്പൊ തന്നെ അറിയും. ഇപ്പൊ മണി അടിച്ച ആ ഒരു ശബ്ദം കേട്ട് ഈ എലിസബത്ത് പറയാണ്, എടാ വെസ്റ്റാ, എത്രയും പെട്ടെന്ന് തന്നെ നീ ഇവിടുന്ന് പൊയ്ക്കോ, ചേച്ചി കണ്ട പൂരത്തെറിയായിരിക്കും. ഇതേ നേരം തന്നെ തൊട്ടപ്പുറത്തെ മുറിയിൽ എർസലിന്റെ മകനായിട്ടുള്ള ഐസക് ഉണ്ടായിരുന്നു. ഐസക്കിന് കാലിന് വയ്യാട്ടോ, നടക്കാൻ നല്ല ബുദ്ധിമുട്ടാണ്. അമ്മ വന്നത് മനസ്സിലായി അവനിപ്പോ കട്ടിൽ നിന്ന് എഴുന്നേൽക്കാണ്. ഇതേ നേരം തന്നെ എർസലിന് മനസ്സിലായി എലിസബത്തിന്റെ കള്ളക്കളിയൊക്കെ. എന്നാൽ അത് അറിയാത്ത പോലെ നിൽക്കുകയാണ്. പക്ഷെ അവളോട് ഒരു കാര്യം ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. പുറത്തെ അടുപ്പത്ത് ഒരു മധുരം ഉണ്ടാക്കാൻ വേണ്ടി ചട്ടി വെച്ചായിരുന്നു. അതങ്ങനെ തിളച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ്. വേഗം തന്നെ എർസൽ പോയിട്ട് അതെല്ലാം ഇറക്കി വെക്കുന്നുണ്ട്. നേരെ വന്നിട്ട് എലിസബത്തിനോട് ചോദിക്കുന്നുണ്ട്, അല്ല നിന്നോട് ഞാൻ അതൊന്ന് നോക്കാൻ പറഞ്ഞല്ലേ, ഉച്ചവരെയായിട്ട് നിന്റെ ഉറക്കം തീർന്നിട്ടില്ലേ? എന്നാൽ എർസൽ എന്ത് പറയുന്നു അതിന് മുഴുവനും തർക്കുത്തരം പറയലാണ് ഈ എലിസബത്തിന്റെ പണി. എന്നാൽ ഒന്നും മിണ്ടാതെ എർസൽ ഇപ്പൊ നേരെ മകനായിട്ടുള്ള ഐസക്കിന്റെ അടുത്തേക്ക് ചെല്ലുകയാണ്. ഐസക്ക് അമ്മയെ കണ്ടപാടെന്ന് ചോദിക്കുന്നുണ്ട്, അമ്മ എന്തായി, അച്ഛൻ വന്നു ഇന്ന് കപ്പൽ തീരെ തടിഞ്ഞോ? അപ്പൊ അവന്റെ ദേഹത്ത് തട്ടിക്കൊണ്ട് പറയണേ, ഇല്ല മോനെ, അച്ഛൻ ഇന്നും വന്നിട്ടില്ല, പക്ഷെ മോൻ പേടിക്കണ്ട, അച്ഛൻ വൈകാതെ ഇങ്ങോട്ടേക്ക് എത്തും. ഈ എർസലിന്റെ ഹസ്ബൻഡ് മറ്റാരുമല്ല, സിനിമയുടെ ആരംഭത്തിൽ കടൽ കൊള്ളക്കാർ പിടിച്ചു കെട്ടിയ തിയോഡോർ ഉണ്ടല്ലോ, അവനായിരുന്നു. അങ്ങനെ രാത്രിയായി. നമ്മുടെ ഐസക്കിന്റെ ബർത്ത്ഡേ ആണ്. അപ്പൊ അവന് വേണ്ടി ഒരു കേക്കെല്ലാം ഉണ്ടാക്കി അത് കഴിക്കുന്നതിന് മുന്നേ ഒന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. ആ നേരത്തും എർസലിന്റെ കൈ പിടിക്കാനായിട്ട് എലിസബത്ത് കൂട്ടാക്കുന്നില്ല. ഭക്ഷണം കഴിക്കുന്നതിന് മുന്നേ തന്നെ തിയോഡറിന് വേണ്ടി ഇവർ 3 പേരും ഒന്ന് പ്രാർത്ഥിക്കുകയാണ്, അവൻ എത്രയും പെട്ടെന്ന് തന്നെ തിരിച്ചു വരാൻ വേണ്ടിയിട്ട്. എന്നാൽ ഇതേ നേരം തന്നെ ഈ ദ്വീപിൽ നിന്നും കുറച്ച് അകലെയായിട്ട് ആ പ്രധാന കപ്പലിൽ നിന്നും ഒരു ചെറിയ തോണിയിൽ ഒരു 3 കടൽ കൊള്ളക്കാർ ഈ ദ്വീപിനെ ലക്ഷ്യമാക്കി ആ രാത്രിയിൽ വരുന്നുണ്ട്. ഇതേ നേരം എർസൽ മക്കൾക്ക് ഭക്ഷണം എല്ലാം കൊടുത്ത് വീട്ടിലെ ജോലിയെല്ലാം തീർത്ത് പിന്നീട് വിളക്കിന്റെ വെളിച്ചമെല്ലാം അണച്ച് മകന്റെ
കൂടെ പോയി കിടക്കുകയാണ്. അവൻ എപ്പോഴും അച്ഛനെ കുറിച്ചുള്ള ചിന്ത മാത്രമേ ഉള്ളൂ. കാലിന് വയ്യാത്ത കുട്ടി ആയതുകൊണ്ട് തന്നെ ഐസക്കിനെ നന്നായിട്ട് തന്നെ എർസൽ നോക്കും കേട്ടോ. മാത്രമല്ല ഇന്ന് അവന്റെ പിറന്നാൾ ആയതുകൊണ്ട് തന്നെ അവനായിട്ട് ഒരു ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ട് എർസൽ. ഒരു നല്ല കടാര, കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. എന്തായാലും അവൻ ആ ഒരു ഗിഫ്റ്റ് ഇഷ്ടപ്പെട്ടു കേട്ടോ. അവൻ അത് മേടിച്ച് അവിടെ വെക്കുന്നുണ്ട്. ഇതേ നേരം തന്നെ അവന് ഉറക്കാനായിട്ട് എർസൽ പാട്ട് പാടിക്കൊടുക്കുകയാണ്. എന്തായാലും ഇവർ രണ്ടുപേരും ഉറങ്ങി കഴിഞ്ഞു എന്ന് ബോധ്യമായപ്പോൾ എലിസബത്ത് എന്ത് ചെയ്തു, ഇവർക്ക് വേണ്ടി ഒരു കത്ത് എഴുതി വെക്കുകയാണ്. ഞാൻ പോവാണ്, നിങ്ങൾ ഈ കുഞ്ഞു ദ്വീപിൽ തന്നെ നിന്നോ, പക്ഷെ എനിക്ക് പുറം ലോകത്തേക്ക് പോകണം, എനിക്ക് ലോകം കാണണം എന്ന് പറയണം. എന്തായാലും കത്തിൽ അങ്ങനെയൊക്കെ എഴുതി അവൾ ആ രാത്രിയിൽ തന്നെ വീട് വിട്ടിറങ്ങാണ്. ഇതേ സമയത്ത് തന്നെ അവളുടെ കാമുകനായിട്ടുള്ള വെസ്റ്റേൺ കടൽ തീരത്ത് അവൾക്ക് വേണ്ടി കാത്തിരിക്കുക. എന്നാൽ ആ സമയത്താണ് നേരത്തെ നമ്മൾ കണ്ട ആ 3 കടൽ കൊള്ളക്കാർ ചെറിയ തോണിയിൽ ഇങ്ങോട്ടേക്ക് എത്തുന്നത്. അവരാദ്യം കാണുന്നത് വെസ്റ്റനെയാണ്. അവന്റെ അടുത്തേക്ക് വന്ന് ബലമായിട്ട് തന്നെ അവന്റെ കയ്യിലെ ഓരോ കാര്യങ്ങൾ ഇവർ തട്ടിപ്പറിച്ചെടുക്കുകയാണ്. അവസാനം അവന്റെ കഴുത്തിലെ ചെയിന് വരെ പൊട്ടിച്ചെടുക്കുന്നുണ്ട്. പിന്നീട് അവിടെ എന്ത് സംഭവിച്ചു എന്ന് കാണിക്കുന്നില്ല. അങ്ങനെ ആ രാത്രി ഏകദേശം കഴിയാനായിട്ടുണ്ട്. ചെറുതായിട്ട് സൂര്യപ്രകാശമൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട്. രാവിലെ തന്നെ എർസൽ എഴുന്നേൽക്കുകയാണ്. എഴുന്നേറ്റ് പിന്നീട് എലിസബത്തിന്റെ റൂമിലേക്ക് പോയപ്പോൾ അവളെ അവിടെ കാണാനില്ലായിരുന്നു. അവൾ എവിടെ പോയി എന്ന് കരുതിയിട്ട് വീടിന്റെ പുറത്തേക്ക് നോക്കുന്ന സമയത്ത് തീരെ പരിചയമില്ലാത്ത ചില ആളുകൾ വീടിന് ചുറ്റും നടക്കുന്നതായിട്ട് എർസലിന് മനസ്സിലായി. അപകടം അപ്പത്തന്നെ മനസ്സിലായി. എർസൽ എന്താക്കി, എല്ലാ വാതിലും ജനാലയും പെട്ടെന്ന് തന്നെ വീട്ടുപകരണങ്ങൾ കൊണ്ട് ക്ലോസ് ചെയ്ത് വെക്കുകയാണ്. അതുപോലെ തന്നെ മകനായിട്ടുള്ള ഐസക്കിനെ വേഗം വിളിച്ചെഴുന്നേൽപ്പിച്ച് വീടിന്റെ അടിഭാഗത്തായിട്ട് ചെറിയൊരു ബേസ്മെന്റ് ഉണ്ടായിരുന്നു. പെട്ടെന്ന് ആർക്കും കണ്ടുപിടിക്കാൻ പറ്റാത്തൊരു സ്ഥലമാണ്. അവന് വേഗം അതിന്റെ ഉള്ളിലേക്ക് പതിയെ കയറ്റിയിരുത്തുകയാണ്. കാരണം അധിക നേരമൊന്നും ഈ വാതിൽ ഇതുപോലെ ലോക്ക് ചെയ്ത് വെക്കാൻ പറ്റില്ല എന്ന് അവൾക്ക് നന്നായിട്ട് അറിയാം. അതുപോലെ വന്നിരിക്കുന്നത് കടൽ കൊള്ളക്കാരാണെന്നും അവൾക്ക് മനസ്സിലായി. എന്തായാലും വാതിൽ അടക്കുന്നതിന് മുന്നേ എർസൽ മകനായിട്ടുള്ള ഐസക്കിനോട് ഒരു കാര്യം പറയണം, മോനെ ഇവിടെ എന്ത് സംഭവിച്ചാലും നീ ഒച്ച വെക്കാൻ പാടില്ല കേട്ടോ. പിന്നീട് വേഗം തന്നെ ആ ഒരു വാതിൽ അടച്ച് ആകെ ഉണ്ടായിരുന്ന ഒരു പഴയ ഗണ്ണ് അതെടുത്ത് ഡോറിന് നേരെ ചൂണ്ടിയിട്ട് അവള് പറയാണ്, ആരായാലും ശരി എന്റെ വീട്ടിലേക്ക് കയറാൻ പാടില്ല, ഉള്ളിലേക്ക് വന്നാൽ ഞാൻ അപ്പം വെടിവെക്കുന്നു പറയണം. ഇത് കേട്ട് പുറത്തുണ്ടായിരുന്ന ആൾക്കാർ ചിരിക്കുന്നുണ്ട് കേട്ടോ. കുറച്ചു നേരം അവരുടെ ശബ്ദമൊന്നും കേട്ടില്ല. പെട്ടെന്ന് വീടിന്റെ മേൽക്കൂര തകർത്തുകൊണ്ട് ഇവർ വീടിന്റെ ഉള്ളിലേക്ക് ചാടി വീഴുകയാണ്. 2 ഭാഗത്തു നിന്നും അവർ വന്നതുകൊണ്ട് തന്നെ എർസലിന് ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. അവരിപ്പോ എർസലിനെ അടിച്ച് താഴെ ഇടുകയാണ്. അതേ നേരം തന്നെ അവർ വാതിൽ തുറന്നു കൊടുത്തു. 3ാമത്തെ ആൾ ഉള്ളിലേക്ക് വന്നു. 2 പേർ എർസലിനെ പിടിച്ച് ആ ഒരു ടേബിളിനോട് ചേർത്ത് പിടിക്കുകയാണ്. ഇതേ നേരം തന്നെ ആ 3ാമത്തെ ആൾ ചോദിക്കുന്നുണ്ട്, എർസലെ എവിടെ ആ ഒരു സ്വർണ്ണങ്ങൾ, എനിക്കത് വേണമെന്ന് പറയണം. ഇപ്പൊ എർസൽ പറയണത് ആ ഫോട്ടോ ഇല്ലേ അതിന്റെ പിന്നിലുണ്ട്, അത് എടുത്തോന്ന് പറയണം. ഇയാൾ ചെന്ന് ആ ഒരു ഫോട്ടോ മാറ്റി അതിന്റെ പിന്നിലുണ്ടായിരുന്ന ടിന്നിൽ നിന്നും കുറച്ച് നാണയങ്ങൾ എടുക്കുകയാണ്. അവളുടെ മുഖത്തേക്ക് അത് ഒരൊറ്റ എറിയാണ്. എന്നിട്ട് അവൾ വീണ്ടും മർദ്ദിക്കാനായിട്ട് പറയുന്നുണ്ട്. ബാക്കിയുള്ള 2 പേരും എർസലിനെ ക്രൂരമായി മർദ്ദിച്ച് നിലത്തിടുകയാണ്. ഇപ്പൊ അവളുടെ തലയുടെ അടുത്തേക്ക് കടൽ കൊള്ളക്കാരനായിട്ടുള്ള ക്യാപ്റ്റൻ കോണർ അയാളുടെ മുദ്ര പതിപ്പിച്ച ആ സ്വർണ്ണ ബിസ്ക്കറ്റ് വെച്ചിട്ട് പറയാണ്, ദാ ഇതിന്റെ ബാക്കിയാണ് ഞങ്ങൾക്ക് വേണ്ടത്. എന്നാൽ ആ സ്വർണ്ണ ബിസ്ക്കറ്റ് കണ്ട സമയത്ത് എർസൽ ഒന്ന് ഞെട്ടുകയാണ്. അപ്പൊ തന്നെ ഇയാളോട് എർസൽ ചോദിക്കുന്നുണ്ട്, നീ ആരാണ്? എന്നാൽ അതിനുള്ള ഉത്തരം ഇയാൾ പറയുന്നില്ല. ഒന്ന് ചിരിക്കുക ചെയ്യുന്നത്. എന്നിട്ട് ബാക്കിയുള്ള 2 പേരോട് പറയണ, ഇവളുടെ എല്ലുകൾ മുഴുവനായിട്ടും ഒടിച്ചു കളഞ്ഞേക്ക്, പക്ഷെ മുഖത്ത് ഒന്നും ചെയ്യാൻ പാടില്ല കേട്ടോ. ഇവിടെ സീൻ കട്ടായതിനു ശേഷം കടൽ തീരത്താണ് കാണിക്കുന്നത്. ചെറിയൊരു തോണിയുമായിട്ട് തീരത്തേക്ക് ഒറ്റയ്ക്ക് തന്നെ കടൽ കൊള്ളക്കാരനായിട്ടുള്ള കോണർ വന്നിരിക്കുകയാണ്. ഈ സമയത്ത് തീരത്തെ ആളുകൾ അവരുടെ ജോലികൾ ചെയ്യുന്ന തിരക്കിലായിരുന്നു. ഇപ്പൊ അവിടുത്തെ അധികാരിയെ കാണിക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ കൂടെ തന്നെ സുഹൃത്തായിട്ടുള്ള ബ്രാഡ്ലി ഉണ്ട്. അവരോരോ തമാശകൾ പറഞ്ഞങ്ങനെ നിൽക്കുമ്പോൾ തീരത്ത് ഒറ്റയ്ക്ക് വന്ന് നിൽക്കുന്ന ആ ആളെ ഈ അധികാരി കാണാണ്. അതുകൊണ്ട് അധികാരി നേരെ ക്യാപ്റ്റൻ കോണറിന്റെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട്. എന്നിട്ട് അയാളോട് പറയാണ്, ഇത് ബ്രിട്ടീഷുകാരുടെ ഒരു കോളനിയല്ല, ഞങ്ങൾ സ്വതന്ത്രരാണ്. അതുപോലെ തന്നെ നിങ്ങൾ ആരാണ്, ഏത് രാജ്യത്തോടാണ് നിങ്ങളുടെ കൂറ്, അതൊന്ന് പറയാന്ന് ചോദിക്കുകയാണ്. ഈ സമയത്ത് അധികാരിയെ നോക്കി ഒന്ന് ചിരിച്ചുകൊണ്ട് തന്നെ ഇയാൾ പറയാണ്, എന്റെ പേര് ക്യാപ്റ്റൻ ഫ്രാൻസിസ്കോ കോണർ. ഇത് കേട്ട് അധികാരി ഒന്ന് ഞെട്ടുകയാണ്. എന്ത്, ബ്രിട്ടീഷ് സാമ്രാജ്യം തേടിക്കൊണ്ടിരിക്കുന്ന കടൽ കൊള്ളക്കാരനായിട്ടുള്ള ക്യാപ്റ്റൻ കോണർ ആണോ? ഇപ്പൊ കോണർ ഒന്ന് ചിരിച്ചുകൊണ്ട് പറയാണ്, ആ സാമ്രാജ്യം ഉണ്ടാക്കിയത് തന്നെ ഞങ്ങളെ പോലെയുള്ള കടൽ കൊള്ളക്കാരാണ്. ഇതേ സമയത്ത് തന്നെ തീരത്തിന്റെ മറ്റൊരു ഭാഗത്ത് വെസ്റ്റനെ നോക്കി നടക്കുന്ന എലിസബത്തിനെ കാണിക്കുകയാണ്. കുറേ നേരമായിട്ട് അവനെ നോക്കി നടക്കുക. എത്ര വിളിച്ചിട്ടും വിളിയേക്കുന്നില്ല. അവസാനം അവൾക്ക് ദേഷ്യം വരുന്നുണ്ട്. അവൾ ഓരോന്നിപ്പോ വിളിച്ചു പറയാൻ തുടങ്ങുകയാണ്. അവൾ കൊണ്ടുവന്ന ബാഗും കാര്യങ്ങളൊക്കെ താഴെ വെച്ച് അവിടെ കണ്ട ഒരു തോണിയുടെ അടുത്തേക്ക് ചെന്ന് നോക്കുകയാണ്. അവിടെ കണ്ട കാഴ്ച അവളാകെ ഞെട്ടിപ്പോവാണ്. വെസ്റ്റന്റെ കഴുത്തറുത്ത് അതിനുള്ളിൽ ആരും അവൻ ഇട്ടിരിക്കുകയാണ്. ഇത് കണ്ട് അലറി കരഞ്ഞുകൊണ്ട് തന്നെ എലിസബത്ത് അവിടുന്ന് ഓടുകയാണ്. ഇതേ നേരം തന്നെ ക്യാപ്റ്റൻ കോണറിന്റെ ആൾക്കാർ ഒരു 4-5 തോണിയിലായിട്ട് ഇങ്ങോട്ടേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അപകടം മനസ്സിലായ എല്ലാവരും ആയുധങ്ങളും പീരങ്കിയും എല്ലാം തയ്യാറാക്കുന്നുണ്ട്. ഇതേ സമയത്ത് തന്നെ അധികാരിയെ കോണർ തള്ളി താഴെ ഇടുകയാണ്. പിന്നീട് പീരങ്കി ഉപയോഗിക്കുന്നവരെയും അതുപോലെ തന്നെ വെപ്പൺസ് ഉപയോഗിക്കുന്നവരെയും ആക്രമിക്കാനായിട്ട് ഇയാൾ പോവുകയാണ്. എന്നാൽ ഇതേ നേരം തന്നെ തോണിയിലൂടെ വന്നുകൊണ്ടിരിക്കുന്ന ഈ കോണറിന്റെ ആൾക്കാർ സ്നൈപ്പർ ഉപയോഗിച്ച് പീരങ്കി ഉപയോഗിക്കുന്ന ഓരോരുത്തരെയും വെടിവെച്ച് കൊന്നുകൊണ്ടിരിക്കുക. ഇതേ നേരത്ത് തന്നെ എർസലിനെ ആണെങ്കിൽ അവളുടെ വീട്ടിൽ വെച്ച് ആ 2 കൊള്ളക്കാരും അവളുടെ ക്രൂരമായി മർദ്ദിച്ച അവസാനം ഒരു കയറിൽ കെട്ടി തൂക്കിയിരിക്കുകയാണ്. അവളെ കൊണ്ട് സത്യം പറയിപ്പിക്കാനായിട്ട്. എന്നാൽ അമ്മയുടെ ഈ ഒരു അവസ്ഥ കണ്ട സമയത്ത് അടിയിൽ ഒളിച്ചിരിക്കുന്ന ഐസക് അറിയാതെ ഒന്ന് കരഞ്ഞു പോവാണ്. ആ കരച്ചിൽ കേട്ട കടൽ കൊള്ളക്കാരിൽ ഒരുത്തൻ കത്തിയുമായിട്ട് നേരെ അങ്ങോട്ടേക്ക് ചെല്ലുമ്പോൾ ഈ പെരസിൽ പറയുന്നത്, വേണ്ട അങ്ങോട്ടേക്ക് പോകണ്ട. അത് കണ്ട് അവൻ ചിരിക്കുന്നുണ്ട്. ഓഹോ, അപ്പൊ നിന്റെ മകനെ ഇവിടെ ഒളിച്ചിരിക്കുന്നുണ്ടല്ലേ, ആദ്യം അവന് തീർക്കാം എന്നിട്ട് മതി ബാക്കി. എന്നാൽ ഇത് കേട്ട സമയത്ത് അവളുടെ ഉള്ളിൽ ഉറങ്ങിക്കിടുന്ന ആ ചെകുത്താൻ പുറത്തേക്ക് ചാടുകയാണ്. അവള് തൂക്കിയിട്ട് ആ ഒരു കയറ് അത് പിടിച്ചൊരൊറ്റ വലിയാണ്. പിന്നീട് അങ്ങോട്ടേക്ക് അവള് ഫൈറ്റ് ചെയ്ത് മിന്നൽ പോലെ ആയിരുന്നു കേട്ടോ. അത്രയും വേഗത്തിൽ ഇവന്മാർക്ക്
ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. ഒരുത്തിന്റെ തലക്ക് കത്തി കൊണ്ട് 4-5 കുത്തുകുത്താണ്. അതുപോലെ തന്നെ ഒരുത്തിനെ പുറത്തേക്ക് വലിച്ചിട്ട് അവന്റെ തല ഒരു കല്ല് വെച്ച് ഒരു 10 തവണയെങ്കിലും അടിച്ച് അത് പൊളിച്ച് അവനെ നോക്കിയിട്ട് ഇങ്ങനെ പറയാണ്, എന്റെ വീട്ടിലേക്ക് വന്നിട്ട് നീ എന്നെ കൊല്ലുന്ന് പറയല്ലേ, എന്റെ മോനെ കൊല്ലുന്ന് പറയല്ലേ, എന്റെ ഭർത്താവ് എവിടെ എന്റെ ഭർത്താവ് എന്നാ. അപ്പോഴേക്കും അവൻ ചത്തിട്ടുണ്ടായിരുന്നു. ഇതേ സമയത്ത് തന്നെ ദ്വീപിലേക്ക് നോക്കുകയാണെങ്കിൽ ക്യാപ്റ്റൻ കോണർ അയാൾ ഒറ്റയ്ക്ക് നിന്നുകൊണ്ട് തന്നെ ആ ദ്വീപില് ഏകദേശം 10-20 ആൾക്കാരെ കൊന്നിട്ടുണ്ട്. ഈ സമയത്ത് പീരങ്കി ഉപയോഗിക്കാൻ നിൽക്കുന്ന ഓരോ ആൾക്കാരെയും തോണിയിൽ കൂടെ വന്നുകൊണ്ടിരിക്കുന്ന സ്നൈപ്പേഴ്സ് ഷൂട്ട് ചെയ്ത് കൊല്ലുന്നുണ്ട്. ഇപ്പൊ അവരെ സഹായിക്കാനായിട്ട് ഇവരുടെ അധികാരി ഉണ്ടല്ലോ പാലത്തിന്റെ താഴെ വീണെടുക്കുകയായിരുന്നല്ലോ, ഇയാൾ എങ്ങനെയൊക്കെയോ എഴുന്നേറ്റ് വന്ന് ഒരു വിധത്തിൽ ആ പീരങ്കിയുടെ തിരികെ തീ കൊടുത്തുകയാണ്. തോണിയിലൂടെ തീരത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്ന അയാളുടെ സഹായമായിട്ടുള്ള ലീയും ബാക്കിയുള്ള ആൾക്കാരും ചെറുതായിട്ടൊന്ന് പേടിക്കുന്നുണ്ട്. എന്നാൽ അപ്പോഴേക്കും അങ്ങോട്ടേക്ക് വന്ന കോണർ ആ തിരി കൈകൊണ്ട് പിടിച്ച് ഞെരടി കളയാണ്. അതായത് അത് കെട്ടുപോയി. അപ്പോഴേക്കും പൂർണ്ണമായിട്ടും ആ ഒരു ദ്വീപ് ഇപ്പോൾ ക്യാപ്റ്റൻ കോണറിന്റെ കൈകളിലേക്ക് എത്തിക്കഴിഞ്ഞു. ഈ സമയത്താണ് തോണിയിൽ അങ്ങോട്ടേക്ക് ഇയാളുടെ ആളുകൾ എത്തുന്നത്. വന്ന പാടിനെ ലീ ചോദിക്കുന്നത്, അല്ല ക്യാപ്റ്റ, ഞങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ബാക്കി വെച്ചിട്ടുണ്ടാ? ഒന്നുമില്ല, കാരണം അയാൾ ഒറ്റയ്ക്ക് നിന്നുകൊണ്ടാണ് ഈ ദ്വീപിനെ കീഴ്പ്പെടുത്തിയത്. ഇതെല്ലാം കണ്ട് അവിടെ ഒളിച്ചിരിക്കുന്ന ഒരാൾ കൂടെ ഉണ്ടായിരുന്നു കേട്ടോ, എലിസബത്ത്. അതായത് വെസ്റ്റന്റെ ബോഡി കണ്ട് പേടിച്ചരണ്ട് ഓടി വന്ന് അവൾ കാണുന്ന കാഴ്ച ഇതായിരുന്നു. അവിടെ ഉണ്ടായിരുന്ന കുട്ടികളും സ്ത്രീകളും എല്ലാവരും ചർച്ചിന്റെ ഉള്ളിൽ കയറി ഒളിച്ചിട്ടുണ്ട്. ഇതേ സമയത്ത് തന്നെ നിലത്ത് വീണ് കിടക്കുന്ന അധികാരി പറയാണ്, നോക്കിക്കോടാ, അധികം വൈകാതെ ബ്രിട്ടീഷ് സൈന്യം ഇങ്ങോട്ടേക്ക് വരും, അവർക്ക് സന്ദേശം കൊടുക്കാനുള്ള വഴികളൊക്കെ ഞങ്ങളുടെ ഈ ഒരു ദ്വീപിൽ തന്നെ ഉണ്ട് എന്ന് പറയാണ്. ഇത് കേട്ട സമയത്ത് ക്യാപ്റ്റൻ കോണർ അയാളുടെ അടുത്തേക്ക് വന്നിട്ട് പറയാം, ആദ്യം എന്നാ പിന്നെ ആ സ്ഥലം ഏതാന്ന് പറയും. എന്നാൽ കൊന്നാലും അത് പറയില്ല എന്ന് അധികാരി പറയാണ്. ഇപ്പൊ അവിടെ ഉണ്ടായിരുന്ന പീരങ്കി നേരെ ആ ചർച്ചിന് നേരെ നീട്ടുകയാണ്. എന്നാൽ പിന്നെ ഈ പീരങ്കി നേരെ അങ്ങോട്ടേക്ക് വിടാല്ലേ. ഇത് കേട്ടൊന്ന് ഞെട്ടിപ്പോയ അധികാരി വേഗം തന്നെ പറയണം, അത് കിഴക്ക് ഭാഗത്താണ്, അങ്ങോട്ടേക്ക് പോയാൽ മതി എന്ന് പറയണം. അങ്ങനെ തത്ത പറയുന്ന പോലെ ഓരോ കാര്യങ്ങൾ പറയണം. എന്തായാലും അധികാരിക്കിട്ട് നമുക്കൊരു പണിഷ്മെന്റ് കൊടുക്കണ്ടേ. അധികാരിയുടെ 2 കൈകളും പിടിച്ചു വെക്കാൻ വേണ്ടി കോണർ പറയണം. പിന്നീട് അയാളുടെ പിന്നിൽ ആ ഒരു പീരങ്കി വെച്ച് പൊട്ടിക്കുന്നുണ്ട്. അയാളുടെ ശരീരം ചിതറിപ്പോവാണ്. ഇത് കണ്ടുകൊണ്ട് അവിടെ ഉണ്ടായിരുന്ന എലിസബത്ത് അവളാകെ ഞെട്ടി കരയാൻ പറ്റാതെ വായ പൊത്തി നിൽക്കുകയാണ്. ഈ സമയത്താണ് വെള്ളമുടിയുള്ള കടൽക്കൊള്ളക്കാരൻ അങ്ങോട്ടേക്ക് വരുന്നത് കേട്ടോ. എന്തായാലും അവൻ ഈ കാഴ്ച ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ക്യാപ്റ്റ, നല്ല അടിപൊളി പരിപാടി, കൊള്ളാം കേട്ടോ. ഈ സമയത്ത് ലീ ചോദിക്കുന്നുണ്ട്, അല്ല നിന്നെ ഏൽപ്പിച്ച പണി ചെയ്തോ? ആ തിയോഡോർ അവന്റെ വീട് കണ്ടുപിടിച്ചോ ചോദിക്കുമ്പോൾ, അതൊക്കെ ഞങ്ങൾ നേരത്തെ കണ്ടുപിടിച്ചു കഴിഞ്ഞു, അവന്റെ ഭാര്യയെ ഞങ്ങൾ പിടിച്ച് കെട്ടിയിട്ടുണ്ട്, നമുക്ക് നേരെ അങ്ങോട്ടേക്ക് പോകല്ലേ എന്ന് ചോദിക്കുകയാണ്. എന്നാൽ ഇതേ സമയത്ത് തന്നെ അവൾ പിടിച്ചു കെട്ടാൻ ഏൽപ്പിച്ച 2 കാച്ചി രക്തത്തിൽ കുളിച്ചു നിൽക്കുകയായിരുന്നു എറിസൽ. അവൾ നേരെ വന്നത് ആ ഒരു ബേസ്മെന്റ് ഡോറിന്റെ അടുത്തേക്കാണ്. അത് വേഗം തുറന്ന് മകനെ പുറത്തേക്ക് എടുക്കുന്നുണ്ട്. എന്നിട്ട് അവനോട് പറയണ, മോനെ നമുക്കിനി അധികം സമയമില്ല, എത്രയും പെട്ടെന്ന് തന്നെ ഇവിടുന്ന് പോകണം. ഈ സമയത്താണ് പെട്ടെന്ന് അങ്ങോട്ടേക്ക് ഒരാൾ വരുന്നത്. അതായത് അവളുടെ സുഹൃത്തായിട്ടുള്ള ബ്രാഡ്ലി ആയിരുന്നു. ബ്രാഡ്ലി വന്നപാട് തന്നെ തീരത്ത് നടന്ന എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട്. അതുപോലെ തന്നെ ബ്രാഡ്ലി പറയുന്നുണ്ട്, എറിസൽ അത് മറ്റവനായിരിക്കും, അവര് നിന്നെ തേടി വന്നതാണ്. ഇത് കേട്ട സമയത്ത് എറിസൽ ഒന്ന് ഞെട്ടുന്നുണ്ട് കേട്ടോ. രക്തം പറയേണ്ട വസ്ത്രമെല്ലാം വേഗം തന്നെ അവള് ചേഞ്ച് ചെയ്യാണ്. എന്നാൽ ആ സമയത്ത് അവളുടെ പുറംഭാഗത്തായിട്ട് ഒരു ടാറ്റുവും അതുപോലെ ഒരുപാട് മുറിയുടെ പാടുകളും കാണുന്നുണ്ട്. അതിനർത്ഥം എറിസൽ അവളൊരു സാധാരണ സ്ത്രീയല്ല. ഈ സമയത്താണ് നമ്മുടെ ഐസക് പറയുന്നത്, അമ്മേ ചേച്ചി പോയി കേട്ടോ, ഒരു കത്തും എടുത്തുകൊണ്ടെന്ന് കാണിച്ചു കൊടുക്കുകയാണ്. ഞാൻ ഈ ദ്വീപ് വിട്ടു പോവുകയാണ്. അതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും അവൾ അതിൽ എഴുതിയിട്ടുണ്ടായിരുന്നു. കത്ത് കണ്ടപാട് തന്നെ എറിസലിന് കാര്യം മനസ്സിലായി. എന്തായാലും അവൾ ഇപ്പോൾ അബദ്ധത്തിൽ ചെന്ന് പെട്ടിട്ടുണ്ടാവും. ദ്വീപ് വിട്ട് അവൾക്ക് പോകാൻ പറ്റിയിട്ടുണ്ടാവില്ല. അവളുടെ ജീവൻ ഇപ്പൊ ആപത്തിലാണ്. അതുകൊണ്ട് ആദ്യം അവളെ രക്ഷപ്പെടുത്തണം. അതുകൊണ്ട് വയ്യാത്ത മോനെയും കൂട്ടി കാട്ടിലേക്ക് കയറാൻ വേണ്ടി ഇപ്പൊ ഈ ഒരു ബ്രാഡ്ലിയോട് എറിസൽ പറയാണ്. അയാൾക്ക് വേണ്ട ആയുധങ്ങളും കൊടുക്കുന്നുണ്ട്. കാടിന്റെ തെക്ക് ഭാഗത്തേക്ക് പോകാനാണ് അവൾ പറയുന്നത്. അവിടെ ഒരു നദിയുണ്ട്. ആ നദിയിൽ നിറയെ മുതലകളാണ്, അതിനെ സൂക്ഷിക്കാനും എറിസൽ പറയാണ്. പിന്നീട് വയ്യാത്ത കാലുമായിട്ട് നമ്മുടെ ഐസക്കിന് അധിക ദൂരം ഒന്നും നടക്കാൻ കഴിയില്ലല്ലോ. അതുകൊണ്ട് അവനൊരു ചെയറിലിരുത്തി നന്നായിട്ട് ഒരു ബെൽറ്റ് കൊണ്ട് കെട്ടിയിട്ട് ആ ചെയർ ഇപ്പോൾ ബ്രാഡ്ലി കാട്ടിലേക്ക് വലിച്ചു കൊണ്ടുപോവാണ്. അതായത് നമ്മുടെ എറിസൽ പറഞ്ഞതുപോലെ തന്നെ തെക്ക് ഭാഗത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നീട് ആയുധങ്ങൾ എടുത്തുകൊണ്ട് തന്നെ എറിസൽ നേരെ എലിസബത്തിനെ രക്ഷപ്പെടുത്താനായിട്ട് അവളെ നോക്കി പോവാണ്. ഇതേ നേരം നമ്മുടെ എലിസബത്ത് ആണെങ്കിൽ ഒളിച്ചോടാൻ പോയ പെണ്ണാണ് ഇപ്പോൾ വെടികൊണ്ട പന്നിയെ പോലെ സ്വന്തം വീട്ടിലേക്ക് തന്നെ തിരിച്ചു ഓടി വരുന്നുണ്ട്. എന്നാൽ സേഫായിട്ട് ഏത് വഴിക്കൂടെ പോകണമെന്ന് അവൾക്ക് മനസ്സിലാവുന്നില്ല. കാരണം കൊള്ളക്കാർ പല ഭാഗത്തേക്കായിട്ട് വന്നുകൊണ്ടിരിക്കുക. ഒരു ഭാഗത്തെത്തിയപ്പോൾ പേടിച്ച് അവൾ നിന്ന് പോവാണ്. പെട്ടെന്ന് പിന്നിൽ നിന്നും ആരോ ഒരാൾ വന്നിട്ട് അവളുടെ മുഖം പൊത്തിപ്പിടിക്കുന്നുണ്ട്. നോക്കുമ്പോൾ മറ്റാരുമല്ല, എറിസലായിരുന്നു. ഒച്ചയുണ്ടാക്കാതെ തോട്ടത്തിലേക്ക് കയറാൻ പറയുന്നുണ്ട്. പിന്നീട് ആ തോട്ടത്തിലേക്ക് കയറിയ എലിസബത്ത് കരഞ്ഞുകൊണ്ട് തന്നെ പറയണം, അവരെന്റെ വെസ്റ്റിനെ കളഞ്ഞു എന്ന് പറയണം. ഈ പെരിസൽ പറയണം, എല്ലാം എനിക്കറിയാം, നീ വാ നമുക്ക് രക്ഷപ്പെട്ട് കാട്ടിലേക്ക് പോവാം, ഇനി നമ്മുടെ വീട് പോലും സേഫ് അല്ല എന്ന് പറയണം. അങ്ങനെ ഇവർ രണ്ടുപേരും അവിടുന്ന് രക്ഷപ്പെട്ടു പോകുന്നുണ്ട്. ഇതേ നേരം തന്നെ എറിസലിന്റെ വീട്ടിലേക്ക് കടൽ കൊള്ളക്കാരെത്തിയിട്ടുണ്ട്. എന്നാൽ അവര് വന്ന് നോക്കുമ്പോൾ കാണുന്ന കാഴ്ച എന്താണ്? വളരെ ബ്രൂട്ടലായിട്ട് തന്നെ അതിൽ ഒരുത്തന്റെ മുഖം അടിച്ച് പൊളിച്ചിട്ടുണ്ട്. ഒരുത്തന്റെ കഴുത്താണെങ്കിൽ കുത്തി കീറിയിട്ടുമുണ്ട്. ഇത് കണ്ട് ഇവരാകെ ഞെട്ടിത്തരിച്ച് അങ്ങനെ നിൽക്കുകയാണ്. ഇതേ സമയത്ത് തന്നെ ആ വെള്ളമുടിയുള്ള കടൽ കൊള്ളക്കാരും പറയണം, ഇതെന്തായാലും അവൾ ഒറ്റയ്ക്ക് ചെയ്തതല്ല, അവൾക്ക് കൂട്ടിനായിട്ട് ആരും ഇവിടെ ഉണ്ടായിരുന്നു. ഇതേ സമയത്ത് തന്നെ ലീ പറയണം, അത് പിന്നെ നിനക്ക് അവൾ
അറിയാത്തത് കൊണ്ടാണ്. ഈ സമയത്ത് ക്യാപ്റ്റൻ കോണർ ചുറ്റും നോക്കുകയാണ് കേട്ടോ. എന്താണെന്ന് അറിയില്ല, ഈ എർസലിനോട് ഇയാൾക്ക് വല്ലാത്തൊരു പകയാണ്. അയാൾ ആ വീടിന്റെ ചുറ്റും നോക്കുന്നുണ്ട്. ഈ സമയത്താണ് ഐസക്കിനെ ആ ഒരു കസേരയിലിരുത്തി വലിച്ചു കൊണ്ടുപോയില്ലേ, അതിന്റെ ആ ഒരു പാടുകൾ ഇയാൾ കാണുന്നത്. അപ്പൊ തന്നെ ക്യാപ്റ്റൻ പറയാണ്, എല്ലാവരും എന്താ ഈ വഴിക്ക് പോയേക്ക്. മാത്രമല്ല അവൾക്ക് കാലിന് വയ്യാത്തൊരു ചെറുക്കനുണ്ട്, അവനെ കൈ കിട്ടിയ ആദ്യം അവനെ കൊന്നേക്ക്, പക്ഷെ അവളെ കൊല്ലാൻ പാടില്ല, അവൾ എനിക്ക് ജീവനോടെ വേണമെന്ന് പറയണം. പിന്നീട് ആ പാടുകൾക്ക് പിറകാലെ അവർ കാട്ടിലേക്ക് കയറുകയാണ്. ഇതേ സമയത്ത് തന്നെ ബ്രാഡ്ലി നമ്മുടെ ഐസക്കുമായിട്ട് ഒരു സ്ഥലം വരെ പോയി. എന്നാൽ അതിനപ്പുറത്തേക്ക് ഈ കസാര വലിച്ചുകൊണ്ട് പോകാൻ കഴിയില്ല. അപ്പൊ ഐസക്ക് പറയണ കുഴപ്പമില്ല, ഇനി ഞാൻ നടന്നോളാം. അങ്ങനെ രണ്ടുപേരും കൂടെ നടക്കാൻ നിൽക്കുന്ന സമയത്താണ് മുകളിലൂടെ ആരോ വരുന്നത് പോലെ ബ്രാഡ്ലിക്ക് തോന്നിയത്. അയാൾ വേഗം തന്നെ ഗണ്ണെടുത്ത് അങ്ങോട്ടേക്ക് ഷൂട്ട് ചെയ്യാൻ നിൽക്കുമ്പോഴാണ് പെട്ടെന്ന് എർസൽ അങ്ങോട്ടേക്ക് വന്ന് ചാടുന്നത്. ഒരു സെക്കൻഡ് വൈകിയായിരുന്നെങ്കിൽ ഇയാൾ വെടിവെച്ചേനെ. എന്തായാലും എർസലിന്റെ കൂടെ തന്നെ ഇപ്പൊ എലിസബത്ത് ഉണ്ട്. അങ്ങനെ ഇവർ 4 പേരും വേഗം തന്നെ കാടിന്റെ ഈ ഭാഗം വിട്ട് മറുഭാഗത്തേക്ക് പോകാൻ നിൽക്കുകയാണ്. പക്ഷെ അതിന് മുന്നായിട്ട് ഒരു ചെറിയ നദിയുണ്ട്, അത് താണ്ടി വേണം അപ്പുറത്തേക്ക് പോകാനായിട്ട്. അതിന് ചെറിയൊരു കൊട്ടയും അവിടെ ഉണ്ടായിരുന്നു. വളരെ സൂക്ഷിച്ചാണ് ആ ഒരു കൊട്ടയിലൂടെ ഇവർ ഈ നദിക്ക് കുറുകെ പോകുന്നത് കേട്ടോ. കാരണം ഈ വെള്ളത്തിൽ അതിഭീകരന്മാരായിട്ടുള്ള നരഭോജികളായിട്ടുള്ള ആരുണ്ട്, മുതലകളുണ്ട്. അങ്ങനെ ഇവർ 3 പേരും സുരക്ഷിതമായിട്ട് അപ്പുറത്തേക്ക് എത്തുകയാണ്. എന്നാൽ അപ്പോഴേക്കും ക്യാപ്റ്റൻ കോണറിന്റെ ആൾക്കാർ ഇങ്ങോട്ടേക്ക് എത്തിക്കഴിഞ്ഞു. ഇതേ സമയത്ത് തന്നെ ബ്രാഡ്ലി പറയാണ്, മക്കളെ നിങ്ങൾ പോയിക്കോ, ഇവരുടെ കാര്യം ഞാൻ നോക്കിക്കോളാന്ന് പറയണം. ഈ സമയത്ത് നമ്മുടെ എർസലാണെങ്കിൽ ബ്രാഡ്ലിയെ വളരെ ദയനീയമായിട്ട് നോക്കുകയാണ്. നിങ്ങൾ അത് ചെയ്യേണ്ട ആവശ്യമില്ല, ഞങ്ങളുടെ കൂടെ വാന്ന് പറയണം. പക്ഷെ ബ്രാഡ്ലി എന്താ ചെയ്തതെന്ന് അറിയോ, ഈ തോണി പിടിച്ചു പോകാൻ പാകത്തിന് അവിടെ ഒരു കയറ് വെച്ചായിരുന്നു, അത് മുറിച്ച് ഇയാൾ വെള്ളത്തിലിടാണ്. ഇതേ നേരം തന്നെ അങ്ങോട്ടേക്ക് ക്യാപ്റ്റൻ കോണർ വരും ചെയ്തു. അപ്പോഴേക്കും എർസൽ അവിടുന്ന് രക്ഷപ്പെട്ട് കുറച്ച് അപ്പുറത്തേക്ക് പോയി. ക്യാപ്റ്റൻ കോണർ ഇയാൾ കണ്ടപാടിനെ മനസ്സിലാക്കുകയാണ്, ആഹാ ഇതാരാണ്, ബ്ലാക്ക് ഹെഡ് ബ്രാഡ്ലിയോ, നിങ്ങൾ എങ്ങനെയാണോ കിഴവാ ഈ സ്ഥലത്തേക്ക് എത്തിയത്? സത്യം പറയാലോ ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. അല്ല നിങ്ങൾക്ക് ഈ ദ്വീപിൽ എന്താ പരിപാടി? ഈ സമയത്ത് ബ്രാഡ്ലി പറയണേ, ഞാൻ പഴയതെല്ലാം ഉപേക്ഷിച്ചു, ഞാനിപ്പോ ഒരു ഉപദേശകനാണ്. ഇതേ സമയത്ത് തന്നെ ക്യാപ്റ്റൻ കോണർ പറയണേ, അങ്ങനെയൊന്നും പഴയ കാലം അങ്ങ് ഇല്ലാതാക്കാൻ കഴിയില്ലല്ലോ ബ്രാഡ്ലി. അതൊക്കെ പൊട്ടി എർസൽ അവൾ എവിടെയെന്ന് ചോദിക്കുകയാണ്. എന്നാൽ അതിനുള്ള ഉത്തരം ബ്രാഡ്ലി പറയുന്നില്ല. ബ്രാഡ്ലി പറയാണ്, കോണർ നിന്നേക്കാൾ മികച്ചത് അവള് തന്നെയാണ്. ഇതേ നേരം തന്നെ ബ്രാഡ്ലിയുടെ കാലിനേക്ക് ഇവൻ ഷൂട്ട് ചെയ്യാണ്. ഇതേ സമയം പുഴയുടെ അപ്പുറത്തേക്ക് എത്തിയ എർസൽ എലിസബത്തിന്റെ കയ്യിൽ ഐസക്കിനെ ഏൽപ്പിച്ച് അവരോട് പോകാൻ പറയണം, എനിക്ക് കുറച്ച് ജോലി ബാക്കിയുണ്ടെന്ന് പറയണം. എന്നിട്ട് അവൾ നേരെ ഒരു മരത്തിന്റെ മുകളിൽ കയറിയിട്ട് എന്താണ് അപ്പുറത്ത് നടക്കുന്നതെന്ന് നോക്കുന്നുണ്ട്. ഈ സമയത്ത് ക്യാപ്റ്റൻ കോർണറിന്റെ ആൾക്കാർ അവളെ കണ്ടു അവൾക്ക് നേരെ ഷൂട്ട് ചെയ്യാണ്. അപ്പൊ അവളെ സഹായിക്കാനായിട്ട് ബ്രാഡ്ലി അയാളുടെ ഗണ്ണുകൊണ്ട് ഇതിൽ ഒരുത്തനെ ഷൂട്ട് ചെയ്യുന്നുണ്ട്. എന്നാൽ അപ്പോഴേക്കും ക്യാപ്റ്റൻ കോർണർ അയാളെ വെട്ടിവെച്ച് കൊല്ലുകയാണ്. പിന്നീട് അയാളുടെ ആളുകളോട് പറയുന്നുണ്ട്, ഒന്നും നോക്കണ്ട, വെള്ളത്തിലേക്ക് ഇറങ്ങി പുഴയുടെ അപ്പുറത്തേക്ക് കിടക്ക്, അവളെ പിടിച്ചോണ്ട് പോവാന്ന് പറയണം. ആ പുഴയിലുള്ള അപകടം എന്താണെന്ന് അറിയാതെ ഈ മണ്ടന്മാർ പതിയെ അതിലേക്ക് ഇറങ്ങുകയാണ്. കുറച്ചുപേർ വെള്ളത്തിലൂടെ അങ്ങനെ പോകുന്ന സമയത്ത് വെള്ളത്തിനടിയിലൂടെ എന്തോ പോകുന്നത് പോലെ അവർക്ക് ഫീൽ ആയി കേട്ടോ. പെട്ടെന്നാണ് ഒരുത്തന്റെ അലർച്ച കേൾക്കുന്നത്. നോക്കുമ്പോൾ അവിടെ മുഴുവനും ചുവന്ന നിറാവാണ്. ഒരുത്തനെ കടിച്ചെടുത്ത് കൊണ്ടുപോയി ആ മുതലകള്. അവന്റെ പിന്നാലെ വേറൊരുത്തനെയും. വെള്ളത്തിലേക്ക് ഇറങ്ങിയ ഒരുവിധം ആൾക്കാരൊക്കെ അവിടെ വെച്ച് തന്നെ മരിക്കുകയാണ്. എന്നാൽ കുറച്ചു പേരൊക്കെ വെള്ളം താണ്ടി അതിന്റെ അപ്പുറത്തേക്ക് കടക്കുകയും ചെയ്തു കേട്ടോ. അവരപ്പം തന്നെ എർസലിനെ പിടിക്കാനായിട്ട് കാട്ടിലേക്ക് ഓടുന്നുണ്ട്. ഇതേ നേരം തന്നെ ക്യാപ്റ്റൻ കോർണറിന് നേരെ വന്ന ഒരു മുതലയെ ഒട്ടും ഭയമില്ലാതെ അയാൾ അതിന്റെ മുഖത്തേക്ക് കുറച്ചേരം നോക്കിയെന്ന് അതിന്റെ വായിലേക്ക് വെടിവെക്കുകയാണ്. പതിയെ അത് വെള്ളത്തിലേക്ക് തിരിച്ചു പോകുന്നുണ്ട്. എന്നാൽ ഇതേ സമയം എർസലിനെ വേട്ടയാടാൻ ഈ നദിയുടെ അപ്പുറത്തേക്ക് എത്തിയ ആ ആൾക്കാരുണ്ടല്ലോ, അവര് പോകുന്ന വഴിയിൽ അവർ ഓരോന്നിനെയും സ്കെച്ച് ചെയ്ത് എർസൽ തീർത്തോണ്ടിരിക്കുകയാണ്. അതായത് അവൾ ഫോമിലേക്ക് വന്നിരിക്കുകയാണ്. എന്താ വെട്ട്, ഒരുത്തന്റെ തലക്കിട്ടൊരു വെട്ട്, മറ്റവന്റെ വായിലേക്കിട്ടൊരു കുത്ത്, ആകെ കൂടെ വല്ലാത്തൊരു വയലൻസ്. ഇതിനിടയിൽ നമ്മുടെ എലിസബത്തും ഐസക്കും ഒരു മരത്തിന്റെ പൊത്തിൽ ഒളിച്ചിരിക്കുകയായിരുന്നു. അവരെ കണ്ട ഒരുത്തൻ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ഇത് കണ്ട് എലിസബത്ത് പേടിച്ച് കൂക്കുകയാണ്. അതിപ്പോ എർസൽ കേൾക്കുന്നുണ്ട്. എന്നാൽ ഇതേ നേരം തന്നെ എലിസബത്തിനോട് പിന്നിലേക്ക് ഇവന്റെ കാര്യം ഞാൻ നോക്കിക്കോളാന്ന് പറഞ്ഞിട്ട് വയ്യാത്ത കാലുമായിട്ട് ഐസക്ക് മുന്നോട്ടേക്ക് വരികയാണ്. ഐസക്കിനെ കണ്ട ആ കൊള്ളക്കാരൻ ഒന്ന് ചിരിക്കുകയാണ് കേട്ടോ. ഈ സമയത്ത് ഒരു കടുവയെ പോലെ അവിടെ ഉണ്ടായിരുന്ന കുറ്റിക്കാട്ടിൽ നിന്നും എർസൽ ചാടി വീഴുകയാണ്. ഇയാളുടെ തലക്കിട്ട ഒരേറ്റടിയ അയാൾ വീണു. ഇപ്പൊ എർസൽ പറയാണ്, എലിസബത്തെ മോന്റെ കണ്ണ് പൊത്തിയേക്കുന്നത്. പിന്നെ നടന്നത് എന്താണെന്നറിയോ, ഇയാളുടെ തല അവിടുന്ന് അറുത്തങ്ങോട്ട് എടുക്കുകയാണ്. ഇതേ സമയം തന്നെ ഈ നദി മുറിച്ച് കിടക്കാൻ കഴിയാതെ ഇതിന്റെ അപ്പുറത്ത് തന്നെ നിൽക്കുകയാണ് ക്യാപ്റ്റൻ കോർണർ. അവന് പുറക്കാനെ വിളിക്കുകയാണ്, ബ്ലഡി മേരി നീ എവിടെയാടി, നിനക്കിപ്പോ പുതിയൊരു കുടുംബം ല്ലേ, ഒരു മകനും ഭർത്താവും. കൊള്ളാം. അവന് പുറക്കനെ വിളിച്ചു പറയാണ്, മോനെ നീ ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ, നീ പേടിക്കേണ്ടത് ഞങ്ങളെയൊന്നും അല്ല കേട്ടോ, നിന്റെ അമ്മയാണ്. നിനക്കറിയോടാ അവൾ ആരാണെന്ന്? കൊലയാളിയാണ്, കൊലയാളി, രാക്ഷസിയാണ് അവള്. അതുകൊണ്ട് നോക്കിയും കണ്ടൊക്കെ അവളുടെ അടുത്ത് നിന്നാ മതി എന്ന് പറയണം. ഇതേ സമയത്ത് എർസൽ എന്താ കാണിച്ചാൽ അറിയോ, ഈ പറുത്തെടുത്തവന്റെ തലയുണ്ടല്ലോ അതൊരു തുണിയിൽ പൊതിഞ്ഞ് ഒരേറ്റ് ഏറ് കൊടുക്കുകയാണ്. അത് ചെന്ന് വീണത് ഈ ക്യാപ്റ്റൻ കോർണറിന്റെ കാൽച്ചുവട്ടില്ല. അതുകൊണ്ട് കോർണർ ആദ്യം ഒന്ന് ഭയക്കുന്നുണ്ട്. ഈ സമയത്ത് കോർണർ ഉറക്കനെ വിളിച്ച് പറയുന്നുണ്ട്, എർസലെ നമുക്കൊരു ഡീൽ ഉണ്ടാക്കിയാലോ, നിന്റെ ഭർത്താവ് തിയോഡോർ എന്റെ കയ്യിലുണ്ട്. അപ്പൊ ഡീൽ ഓക്കെ ആണെങ്കിൽ ഞാൻ വേണമെങ്കിൽ അവന് വിട്ടുതരാം, അല്ലെങ്കിൽ ഇപ്പൊ നീ ഒരുത്തന്റെ തല എറിഞ്ഞില്ലേ, അതുപോലെ അവന്റെ തല ഞാൻ അപ്പുറത്തേക്ക് എറിഞ്ഞു തരും. ഇത് കേട്ട് ഒന്ന് അലറി വിളിച്ച് എർസൽ ഇപ്പോ എലിസബത്തിനെയും അതുപോലെ തന്നെ ഐസക്കിനെയും കൂട്ടി കൂടുതൽ ഉൾക്കാട്ടിലേക്ക് പോവാണ്. കാരണം ഈ കാട് മറ്റാരേക്കാളും അവൾക്ക് നന്നായിട്ട് അറിയാം. എന്നാൽ ഉള്ളിലേക്ക് പോകും തോറും എലിസബത്തിന് വല്ലാതെ പേടി വരുന്നുണ്ട്. അവൾ ചോദിക്കുന്നുണ്ട്, ചേച്ചി നമ്മളിത് എങ്ങോട്ടേക്ക് പോകുന്നത്? എർസൽ പറയണത്, ഈ കാട്ടിലെ ഏറ്റവും സുരക്ഷിതമായ സ്ഥലത്തേക്ക്. അങ്ങനെ ഒരു ഗുഹയുടെ കവാടത്തിന്റെ ഭാഗത്തേക്കായിട്ട് ഒരുപാട് വേരുകൾ അവിടെ ഉണ്ടായിരുന്നു. അതെല്ലാം വകഞ്ഞു മാറ്റി അതിന്റെ ഉള്ളിലേക്ക് ഇവർ കയറുകയാണ്. പിന്നീട് ചെറിയൊരു സ്പാർക്ക് ഉണ്ടാവുകയാണ്.
കത്തുകയാണ്. ആ സ്പാർക്കിലൂടെ ആ ഗുഹയുടെ ഉള്ളിൽ ഉണ്ടായിരുന്ന എല്ലാ വിളക്കുകളും കത്തുന്നുണ്ട്. ആ ഗുഹ കണ്ട നമ്മുടെ ഐസക്കും അതുപോലെ തന്നെ എലിസബത്തും ഞെട്ടുന്നുണ്ട് കേട്ടോ. അത്യാവശ്യം ഒരുപാട് ആയുധങ്ങളും ഉപകരണങ്ങളും ചില വസ്തുക്കളൊക്കെ അതിൽ ഒരുപാട് ഉണ്ടായിരുന്നു. ഇത് കണ്ട് അവര് ചോദിക്കുന്നുണ്ട് ഇതെല്ലാം എങ്ങനെ ഇവിടെ എത്തിയത് എന്നാൽ അതിനുള്ള മറുപടിയൊന്നും പറയാതെ എറിസൽ അവിടെ ഒരു കുഴി തോണ്ടിക്കൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് എലിസബത്ത് ചോദിക്കുന്നുണ്ട്, ചേച്ചി നിങ്ങൾ ആരാണ്? എങ്ങനെയാണ് നിങ്ങൾക്ക് ആളുകളെ ഇങ്ങനെ കൊല്ലാൻ പറ്റുന്നത്? ഇതൊക്കെ എവിടുന്നാ പഠിച്ചത്? നമ്മളെ വേട്ടയാടി വരുന്ന അയാൾ ആരാണ്? ഈ സമയത്ത് എറിസൽ പറയാണ് അവനൊരു കടൽ കൊള്ളക്കാരനാണ്, പേര് ക്യാപ്റ്റൻ കോർണർ. പണ്ട് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് വേണ്ടി കോളനികൾ കീഴടക്കാൻ പോയ ഒരു കടൽ കൊള്ളക്കാരൻ. വളരെ ക്രൂരനാണ് അവൻ. എന്ത് വേണമെങ്കിലും എപ്പോ വേണമെങ്കിലും ചെയ്യും. ഇപ്പോ ലീഡ് അടുത്തേക്ക് അയാളുടെ മകൻ വന്നിട്ട് ചോദിക്കുകയാണ്, അച്ഛാ ഈ പറഞ്ഞതുപോലെ ഈ സ്ത്രീ അത്രയ്ക്കും ഡേഞ്ചർ ആണോ? ഈ സമയത്ത് ലീ പറയാണ്, അത് അവൾ ആരാണെന്ന് അറിയാത്തത് കൊണ്ടാണ് നീ പറയുന്നത്. കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ നമ്മുടെ ക്യാപ്റ്റൻ കോർണർ ഉണ്ടല്ലോ, അയാളുടെ ഒപ്പത്തിനൊപ്പമായിരുന്നു അവൾ നിന്നിരുന്നത്. സ്വന്തമായിട്ടൊരു കപ്പലും ഉണ്ടായിരുന്നു. എന്നാൽ എന്തിനാണെന്ന് അറിയില്ല അവൾ ഈ കോർണറിനെ ചതിച്ച് അവന്റെ നിധിയുമായിട്ട് കടന്നു കളഞ്ഞു. ലീ മറ്റൊരു കാര്യം കൂടെ പറയുന്നുണ്ട്, വെറും പെണ്ണാണെന്ന് കരുതിയിട്ട് അവളെ നിസാരിയായിട്ട് കാണുകയേ വേണ്ട. ഇതിനുശേഷം വീണ്ടും മെർസലിനെ കാണിക്കുകയാണ്. അവൾ അവിടെ കുഴി തോണ്ടിക്കൊണ്ടിരിക്കുകയാണല്ലോ. ഇപ്പൊ അവളെ സഹായിക്കാനായിട്ട് എലിസബത്തും വരുന്നുണ്ട്. ഈ സമയത്ത് എലിസബത്ത് ചോദിക്കുകയാണ്, ചേച്ചി ശരിക്കും നിങ്ങൾ ആരാണ്? അങ്ങനെ അവസാനം മെർസൽ അവളുടെ കാര്യം പറഞ്ഞു കൊടുക്കുകയാണ്. എനിക്ക് 12 വയസ്സുള്ളപ്പോൾ ഞാൻ പോയിക്കൊണ്ടിരുന്ന എന്റെ കപ്പല് ഒരു കടൽ കൊള്ളക്കാർ ആക്രമിച്ചു. എന്റെ കൂടെ ഉണ്ടായിരുന്ന എല്ലാവരെയും കൊന്നു കളഞ്ഞു. എന്നെ അവർ തട്ടിക്കൊണ്ടുപോയി. പിന്നീട് അവരുടെ കൂടെയായിരുന്നു എന്റെ ജീവിതം മുഴുവനായിട്ടും. അവസാനം അവരുടെ കൂട്ടത്തിൽ ഒരാളായിട്ട് ഞാൻ മാറി. ഇത് കേട്ടപ്പോൾ എലിസബത്ത് ചോദിക്കുകയാണ്, അങ്ങനെയാണെങ്കിൽ ചേച്ചി ബ്രിട്ടീഷ് സാമ്രാജ്യം തേടിക്കൊണ്ടിരിക്കുന്ന കുറ്റവാളികളിൽ ഒരാളാണോ നിങ്ങൾ? ഒന്നും മിണ്ടാതെ എലിസബത്ത് ആ ഒരു പെട്ടി തുറക്കുകയാണ്. പെട്ടി തുറന്ന സമയത്ത് അതിൽ ഒരുപാട് നാണയങ്ങൾ ഉണ്ടായിരുന്നു. നാണയങ്ങളല്ല, ബിസ്ക്കറ്റുകൾ. അതിലെല്ലാം ക്യാപ്റ്റൻ കോർണറിന്റെ മുദ്ര പതിപ്പിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ പൂർണ്ണമായിട്ടും ഇതൊന്നും അവന് അവകാശപ്പെട്ടതല്ല. ഇത് മുഴുവനും ഇനി എലിസബത്തിനും അതുപോലെ തന്നെ ഐസക്കിനും വേണ്ടിയാണെന്ന് എർസൽ പറയാണ്. പക്ഷെ ഞാൻ മരിക്കുന്നതുവരെ ഇതൊരിക്കലും പുറത്തേക്ക് കൊണ്ടുപോകാൻ പാടില്ലായിരുന്നു. പക്ഷെ തിയോഡാർ അവനൊരു മണ്ടത്തരം കാണിച്ചു. ഇതിൽ 2 കഷ്ണം അവൻ പുറത്തേക്ക് കൊണ്ടുപോയി. അതുകൊണ്ടാണ് അത് തേടി അവരിങ്ങോട്ടേക്ക് എത്തിയത്. ഇതേ നേരം തന്നെ തിയോഡറിനെ ഇവർ ആ ഒരു കപ്പലിൽ നിന്നും എർസലിന്റെ വീട്ടിലേക്ക് കൊണ്ടുവരികയാണ്. വീടിന്റെ മുൻഭാഗത്തെ ചോരയെല്ലാം കണ്ട് അവനാകെ ഞെട്ടിപ്പോകുന്നുണ്ട്. അവന് പിന്നീട് ഒരു റൂമിൽ കൊണ്ടുപോയിട്ട് പൂട്ടിയിടുകയാണ് കേട്ടോ. ഇതിനുശേഷം കാണിക്കുന്നത് ക്യാപ്റ്റൻ കോർണറിനെയാണ്. അയാൾ ഭയങ്കര അസ്വസ്ഥനാണ്. അയാളുടെ അടുത്തേക്ക് വന്ന ലീ ചോദിക്കുന്നുണ്ട്, എന്താണ് ക്യാപ്റ്റൻ നിങ്ങൾക്ക് പറ്റിയത്? ആ സ്വർണം അത് മാത്രമാണോ നിങ്ങളുടെ വിഷയം? ഇത് കേട്ട സമയത്ത് ക്യാപ്റ്റൻ കോർണർ പറയാണ്, ലീ ഞാനൊരു കാര്യം നിന്നോട് ചോദിക്കട്ടെ. അളവറ്റ സമ്പത്ത് നമ്മുടെ കയ്യിൽ കിട്ടി, പക്ഷേ സ്വാതന്ത്ര്യം അതില്ലെങ്കിൽ ഇതുകൊണ്ട് എന്താണ് കാര്യം? ബ്രിട്ടീഷുകാർ നമ്മളെ തേടിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ അവർക്ക് ചെയ്തു കൊടുത്ത ഉപകാരമൊന്നും അവർക്കിപ്പോൾ ഓർമ്മയില്ല. പക്ഷെ നമ്മുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഞാനൊരു വഴി കണ്ടിട്ടുണ്ട്. ഉറപ്പായിട്ടും ഞാനത് ചെയ്യുന്നു പറയാണ്. അതായത് ക്യാപ്റ്റൻ കോർണറിന്റെ മനസ്സിൽ മറ്റെന്തൊക്കെയോ ചില പ്ലാനുകളുണ്ട്. ഇതേ സമയത്ത് തന്നെ നമ്മുടെ എർസലാണെങ്കിൽ അവിടെ ഒളിപ്പിച്ചു വെച്ച അവളുടെ ആയുധങ്ങൾ എടുക്കുകയാണ്, പടച്ചട്ട എടുക്കുകയാണ്. ഒരു യുദ്ധത്തിന് തന്നെ അവൾ തയ്യാറാവുന്നുണ്ട്. അതുപോലെ തന്നെ ആ ഒരു സ്വർണത്തിന്റെ പെട്ടിയുണ്ടല്ലോ, അതിൽ നിന്ന് മുഴുവൻ സ്വർണവും പുറത്തേക്കിട്ട് അതിന്റെ അടിഭാഗത്ത് അവൾ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്. അത് നിങ്ങൾ ഓർത്ത് വെച്ചേക്ക്. എന്തായാലും അതിനുശേഷം ഐസകിനെയും എലിസബത്തിനെയും കൂട്ടി ഈ ഗുഹയുടെ ഒരു ഭാഗത്തൂടെ പോയി കടൽ തീരത്തേക്ക് എത്തുന്നുണ്ട്. അവിടെ ചെറിയൊരു തോണി ഉണ്ടായിരുന്നു. അവർ രണ്ടുപേരും അവിടെ ആക്കിയിട്ട് എർസൽ പറയുന്നുണ്ട്, എലിസബത്തെ ഞാൻ പറഞ്ഞ സമയം ഓർമ്മയുണ്ടല്ലോ, ആ സമയമാകുമ്പോൾ നിങ്ങൾ രണ്ടുപേരും ഇവിടുന്ന് രക്ഷപ്പെട്ട് പൊയ്ക്കോ എന്ന് പറയാണ്. ഇതിനുശേഷം എർസൽ അവിടുന്ന് പോവാണ്. അവൾ ഒരു യുദ്ധത്തിന് തയ്യാറായി തന്നെയാണ് പോകുന്നത്. ഇതേ സമയത്ത് തന്നെ റൂമിൽ ഒറ്റയ്ക്ക് നിൽക്കുന്ന ക്യാപ്റ്റൻ കോർണറിനെ കാണിക്കുകയാണ്. അയാളുടെ ശരീരത്തും ഇതുപോലെ ഒരുപാട് മുറിപ്പാടുകളുണ്ട്. എന്നാൽ അയാൾ നോക്കുന്നത് കൈന്റെ താഴ്ഭാഗത്തായിട്ട് നീളത്തിലുള്ള ഒരു മുറി. അവിടെ മറിയം എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ആ മുറിയിലേക്ക് നോക്കി അയാൾ ഒരുപാട് വിഷമിക്കുകയാണ്. പിന്നീട് പുറത്തേക്ക് വരുന്നുണ്ട്. ഇതേ സമയത്ത് തന്നെ എർസലിന്റെ ഹസ്ബൻഡ് ആയിട്ടുള്ള തിയോഡോറിനെ അവിടെയുള്ളവർ മർദ്ദിച്ചുകൊണ്ടിരിക്കുക. എന്നാൽ ക്യാപ്റ്റൻ പറയണ വേണ്ട, അയാളൊന്നും ചെയ്യണ്ട. ഇപ്പൊ അയാളുടെ അടുത്ത് പോയിരുന്ന കോർണർ പറയാണ്, നിന്റെ ഭാര്യ ബ്ലഡി മേരി അവളൊരു വേറെ ടൈപ്പ് തന്നെയാണ്. അവളുടെ രക്തത്തിലുണ്ട് ആ വയലൻസ്. നിനക്കറിയോ, ചെറിയ പ്രായത്തിൽ അവൾ നമ്മുടെ കപ്പലിലായ സമയത്ത് കഴപ്പ് തീർക്കാനായിട്ട് ഒരു 3 പേര് അവളുടെ റൂമിലേക്ക് പോയി. എന്നാൽ പിറ്റേ ദിവസം രാവിലെ കണ്ടത് ആ 3 പേരുടെയും മർമ്മസാധനം കപ്പലിന്റെ മുകളിൽ തൂങ്ങി ആടുന്നതാണ്. ഇത് കേട്ട് തിയോഡർ വരെ ഒന്ന് ചിരിച്ചു പോകുന്നുണ്ട് കേട്ടോ. എന്തായാലും അവളുടെ ആ ഒരു ശൗര്യവും ധൈര്യവും ഇതെല്ലാം കണ്ട് കോർണറിന് അവളോട് വല്ലാത്തൊരു പ്രണയമായിരുന്നു. ആ പ്രണയം എല്ലാ അർത്ഥത്തിലും അവരെ തമ്മിൽ അടുപ്പിച്ചു. ഇത് കേട്ട് തിയോഡോർ ഒന്ന് ഞെട്ടുന്നുണ്ട്. ഇല്ല, ഇത് ഞാൻ വിശ്വസിക്കില്ല എന്ന് പറയണം. അപ്പൊ അതൊന്നും അവള് നിന്നോട് പറഞ്ഞിട്ടില്ല അല്ലേ? ഞങ്ങൾ രണ്ടുപേരും ആ കപ്പലിൽ കഴിഞ്ഞത് ഭാര്യയും ഭർത്താവിനെയും പോലെയായിരുന്നു. അങ്ങനെ വീണ്ടും സമയം കടന്നു പോവാണ്. തിയോഡറിനെ ഇവരുള്ളിലേക്ക് കൊണ്ടുപോയി പൂട്ടിയിടുന്നുണ്ട്. അർദ്ധരാത്രിയായ സമയത്ത് ഇവരാരും അറിയാതെ അവിടെ ഒരു കാര്യം സംഭവിക്കുന്നുണ്ടായിരുന്നു. ആ വീടിന്റെ മുറ്റത്തുണ്ടായിരുന്ന കിണർ അതൊരു സാധാരണ കിണർ ആയിരുന്നില്ല. അതിന്റെ അടിഭാഗത്ത് ഒരു തുരങ്കമുണ്ടായിരുന്നു. അതിലൂടെയാണ് അവൾ ഇപ്പൊ ഈ കിണറ്റിലേക്ക് വന്നിരിക്കുന്നത്. പതിയെ അതിന്റെ പുറത്തേക്ക് ഇറങ്ങി ശബ്ദമുണ്ടാക്കാതെ പോയി ഓരോരുത്തരെയായിട്ട് പതിയെ പതിയെ അവൾ തീർത്തുകൊണ്ടിരിക്കുകയാണ്. ഇതിനുശേഷം വീട്ടിന്റെ ഉള്ളിലേക്കും അവൾ കയറുന്നുണ്ട്. അവിടെയും കാവലിനായിട്ട് കുറച്ച് പേരുണ്ടായിരുന്നു. ആരും അറിയാതെ ശബ്ദമുണ്ടാക്കാതെ ഓരോന്നിനെയും വീണ്ടും അവൾ തീർക്കുകയാണ്. എന്നിട്ട് തിയോഡോറിനെ പൂട്ടിയിട്ട് ആ റൂമിലേക്ക് പോകുന്നുണ്ട്. അവന്റെ കെട്ടുകൾ അഴിക്കാൻ നോക്കുന്നുണ്ട്, പക്ഷെ പറ്റുന്നില്ല. ഈ സമയത്ത് തിയോഡോർ അവളോട് ക്ഷമ
ചോദിക്കുകയാണ്, എർസലെ എന്നോട് ക്ഷമിക്കണം കേട്ടോ, ഞാൻ ആ ഒരു സ്വർണ്ണം എടുത്തത് നമ്മുടെ മകനെ നല്ലൊരാളുടെ അടുത്ത് കൊണ്ടുപോയി ചികിത്സിക്കാനാണ്, അതുകൊണ്ടല്ലേ ഇതൊക്കെ സംഭവിച്ചത്. ഇപ്പൊ എർസൽ പറയാണ്, നീ ഇപ്പൊ അതിനെക്കുറിച്ചൊന്നും ആലോചിക്കേണ്ട, നമുക്ക് ഇവിടുന്ന് രക്ഷപ്പെടാന്ന് പറയണം. എന്നാൽ അപ്പോഴേക്കും ശബ്ദം കേട്ട ആൾക്കാർ അങ്ങോട്ടേക്ക് വരാൻ തുടങ്ങി. അപ്പൊ തന്നെ തിയോഡർ പറയണ, ഒരു കാര്യം ചെയ്യ എർസലെ, നീ ഇപ്പൊ പോ, പിന്നെ എപ്പോഴെങ്കിലും വന്ന് എന്നെ രക്ഷപ്പെടുത്ത്, ഇനി നീ ഇവിടെ നിന്നാൽ അവർ നിന്നെ കണ്ടുപിടിക്കും, കൊന്നുകളെ. പിന്നീട് മനസ്സില്ലാ മനസ്സോടെ എർസൽ പതി അവിടുന്ന് പോവാണ്. അപ്പോഴേക്കും കടൽക്കുള്ളക്കാരും അവരുടെ ക്യാപ്റ്റൻ കോണറും ഉള്ളിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഉള്ളിലേക്ക് വന്ന പാട് തന്നെ എർസൽ ഇവിടെ വന്നു പോയി എന്ന് അവർക്ക് മനസ്സിലായി. ഇതേ നേരം തന്നെ പുറത്തു നിന്ന് എർസലിന്റെ ശബ്ദം കേൾക്കുന്നുണ്ട്. അവർ ഉറക്കനെ വിളിക്കുകയാണ്, ക്യാപ്റ്റ ഇങ്ങോട്ടേക്ക് വാ, നിങ്ങൾക്ക് വേണ്ടത് ഈ സ്വർണ്ണല്ലേ, അത് ഞാൻ തരാന്ന് പറയണം, പക്ഷെ അതിന് പകരമായിട്ട് എനിക്ക് എന്റെ ഭർത്താവിനെ വേണമെന്ന് പറയുന്നുണ്ട്. ഇപ്പൊ ആ ഒരു സ്വർണ്ണം മുഴുവൻ ഒരു പെട്ടിയിലാക്കിയിട്ട് കിണറിന്റെ ഒരു ഭാഗത്ത് തൂക്കിയിട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ അവളുടെ കയ്യിൽ കുറെ അധികം കയറുകളുണ്ട്. അവള് കിടന്ന് ഇങ്ങനെ സംസാരിക്കുന്ന കണ്ടപ്പോൾ ലീ പറയാണ്, പോയി പിടിക്കട അവളെ. ഇപ്പൊ ആ നടന്നു വരുന്ന ആളുണ്ടല്ലോ, അയാളുടെ നേരെ ഉണ്ടായിരുന്ന കയറ് പെട്ടെന്ന് തന്നെ എർസൽ വലിക്കുകയാണ്. അവിടെ ഉണ്ടായിരുന്ന ഗ്രനേഡ് പൊട്ടി അയാളുടെ ബോഡി ചിന്നി ചെതറിപ്പോവാണ്. ഇതേ സമയത്ത് തിയോഡോറുമായിട്ട് ക്യാപ്റ്റൻ കോണർ പുറത്തേക്ക് വരുന്നുണ്ട്. വരുമ്പോ തന്നെ കോണർ പറയാണ്, നിനക്ക് നിന്റെ ഭർത്താവിന് എന്തായാലും ഞങ്ങൾ തരും, പകരമായിട്ട് ആ ഒരു സ്വർണം മാത്രം തന്നാൽ മതി, പക്ഷെ എന്നാലും നീ എന്നെ ചതിച്ചുകൊണ്ട് ആ സ്വർണ്ണം എടുത്ത് പോയല്ലോ. ഈ പെർസൽ പറയണ്, ആരാ പറഞ്ഞ അത് നിനക്ക് മാത്രം അവകാശപ്പെട്ടതാണ്, ഞാനും അതിനുവേണ്ടി കുറെ അധ്വാനിച്ചിട്ടുണ്ട്. ഓക്കെ ശരി ശരി, ഇപ്പൊ നിനക്ക് എന്താ വേണ്ടത്, നിന്റെ ഭർത്താവിനെയല്ലേ, ഭർത്താവിനെ തന്നാൽ നീ ആ ഒരു സ്വർണ്ണം തരുമല്ലോ. എന്നാൽ അവന്റെ സംസാരവും ആ ഒരു ആറ്റിറ്റ്യൂഡും കണ്ട സമയത്ത് തിയോഡറിന് മനസ്സിലായി, ഇത് വെറുതെ എർസലിനെ ചതിക്കാൻ വേണ്ടി മാത്രമല്ല ഇവന്റെ ഒരു അടവാണ്. അതുകൊണ്ട് തന്നെ ഇവൻ പെട്ടെന്ന് കയ്യിലുണ്ടായിരുന്ന ചെറിയൊരു ആയുധം വെച്ച് കോണറിനെ അറ്റാക്ക് ചെയ്യാണ്. പിന്നീട് അവിടെ ആകെ ഒരു ബഹളായി. എർസലും ഒന്നും നോക്കിയില്ല, കയ്യിലുണ്ടായിരുന്ന വെപ്പൺസ് ഉപയോഗിച്ച് അങ്ങോട്ടേക്ക് വരുന്നവരൊക്കെ വെടിവെച്ചിടുകയാണ്. ഇപ്പൊ അവളുടെ അടുത്തേക്ക് വന്ന ലീ അവളുമായിട്ട് ഫൈറ്റ് ചെയ്യുന്നുണ്ട്. എന്നാൽ ലീക്ക് അവളോട് മുട്ടി നിൽക്കാനൊന്നും കഴിയുന്നില്ല. അതേ സമയത്ത് തന്നെ തിയോഡോറിനെ ഫൈറ്റ് ചെയ്ത് തോൽപ്പിക്കുകയാണ് ഇപ്പൊ ക്യാപ്റ്റൻ കോണർ. അവന്റെ നെഞ്ചിലേക്ക് വാള് വെച്ച് കോണർ അങ്ങനെ നിൽക്കുകയാണ്. ഈ സമയത്ത് ആയുധം താഴെയിട്ട നമ്മുടെ എർസൽ പറയണ, പ്ലീസ് അവനൊന്നും ചെയ്യരുത്, ഞാൻ നിന്റെ മുന്നിൽ കീഴടങ്ങാം. ഇത് പറഞ്ഞ് കോണറിന്റെ അടുത്തേക്ക് പോകുന്ന സമയത്ത് ലീ അവളുടെ കാലിലേക്ക് ഷൂട്ട് ചെയ്യാണ്. പതിയെ പതിയെ ഇഴഞ്ഞുകൊണ്ട് ഭർത്താവിന്റെ അടുത്തേക്ക് അവള് പോകുന്നുണ്ട്. ഇതേ നേരം തന്നെ അവളുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് കോണർ തിയോഡോറിന്റെ ഹൃദയത്തിലേക്ക് ആ വാള് കുത്തിക്കയറ്റുകയാണ്. കാരണം അവളെ വേദനിപ്പിക്കാൻ വേണ്ടി തന്നെ അത്രത്തോളം പക അവൾക്കുണ്ട്. അങ്ങനെ അവള് നോക്കി നിൽക്കെ അവളുടെ മുന്നിൽ വെച്ച് പെട്ടെന്നുകൊണ്ട് തിയോഡോർ മരിക്കുകയാണ്. കുറച്ചു നേരം അവിടെ നിന്ന് അവൾ നെഞ്ചു പൊട്ടി കരയുന്നുണ്ട്. പിന്നീട് എഴുന്നേറ്റ് പോയി ആ ഒരു കിണറിന്റെ അടുത്തേക്ക് നിൽക്കുകയാണ്. ഇതേ നേരം തന്നെ വാളുമായിട്ട് അവളുടെ അടുത്തേക്ക് ക്യാപ്റ്റൻ കോണർ വരുന്നുണ്ട്. അവർ രണ്ടുപേരും അടുത്തടുത്ത് വന്ന സമയത്ത് കോണറോട് എർസൽ ഒരു കാര്യം ചോദിക്കുന്നുണ്ട്, ക്യാപ്റ്റ നിങ്ങളുടെ യഥാർത്ഥ ലക്ഷ്യം എന്താണെന്ന് ഈ ചുറ്റും നിൽക്കുന്ന എല്ലാവർക്കും അറിയോ? ചിരിച്ചുകൊണ്ട് ക്യാപ്റ്റൻ പറയാണ്, ആ മണ്ടന്മാർക്ക് ഒന്നും അറിയില്ല, എനിക്ക് വേണ്ടത് ഈ സ്വർണ്ണമൊന്നുമല്ല, എനിക്ക് വേണ്ടത് നിന്നെയാണ്, നിന്നെ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന് കൊണ്ടേ കൊടുത്താൽ കിട്ടുന്ന ആ പാരിതോഷികമാണ് എനിക്ക് വേണ്ടത്. എന്നാൽ ഇതേ സമയത്ത് തന്നെ എർസൽ ഒരു കാര്യം ചെയ്യാണ്. അവിടെ ഉണ്ടായിരുന്ന ആ നിധിയുടെ പെട്ടിയുണ്ടല്ലോ, അതിന് അവള് തീ കൊടുക്കുകയാണ്. അതിൽ വെറും സ്വർണ്ണ നാണയങ്ങൾ മാത്രമായിരുന്നില്ല ഉണ്ടായിരുന്നത്, പൊട്ടിത്തെറിക്കുന്ന കെമിക്കലും ഉണ്ടായിരുന്നു. ആ തീയിൽ അത് പൊട്ടിച്ചെതറുകയാണ്. സ്വർണ്ണ നാണയങ്ങൾ മുഴുവനും പല ഭാഗത്തേക്കായിട്ട് ചെതറി പോകുന്നുണ്ട്. ആ ബ്ലാസ്റ്റില് ഈ ക്യാപ്റ്റൻ കോണറും തെറിച്ചു പോയി വീഴുന്നുണ്ട്. അതുപോലെ തന്നെ എർസൽ ആ കിണറിന്റെ അടിഭാഗത്തേക്ക് എടുത്തു ചാടുകയാണ്. പൂർണ്ണമായിട്ടും കിണർ തകർന്ന് താഴേക്ക് വീഴുന്നതിന് മുന്നേ ആയിട്ട് തന്നെ ആ ടണലിന്റെ ഉള്ളിലേക്ക് അവള് രക്ഷപ്പെട്ട് കയറുന്നുണ്ട്. എന്നാൽ അവളുടെ കാലിന് വെടിയേറ്റത് കൊണ്ട് തന്നെ എളുപ്പത്തിൽ മുന്നോട്ടേക്ക് പോകാൻ കഴിയുന്നില്ല. ഇതേ നേരം ആ ഗുഹയിൽ വെച്ച് ഐസക്കും അതുപോലെ എലിസബത്തും രണ്ടുപേരും അവിടെ ഉണ്ടായിരുന്ന ഒരു പഴയ ഡയറി വായിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് കപ്പലിലെ ജോലിയായിരുന്നു തിയോഡറിന്. അങ്ങനെ കപ്പലിൽ വെച്ചാണ് എർസലും അവനും പരിചയപ്പെട്ടത്. അതായത് കേമൻ ബ്രാക്കിൽ ഈ സ്ഥലത്ത് വെച്ച് കണ്ടു, ഇഷ്ടപ്പെട്ടു, രണ്ടുപേരും ഒരുമിച്ച് ജീവിക്കാന്ന് തീരുമാനിച്ചു. അതേ നേരം തന്നെ എർസൽ മോഷ്ടിച്ചെടുത്ത ആ ഒരു സ്വർണവുമായിട്ട് ഇവിടെ ഒളിച്ചു താമസിക്കുകയായിരുന്നു. പക്ഷേ പിന്നീട് അങ്ങോട്ടേക്കുള്ള ഇവരുടെ ജീവിതം ഒരു സ്വർഗത്തിൽ ജീവിക്കുന്നത് പോലെയായിരുന്നു. അത്രയും സന്തോഷത്തിലായിരുന്നു. അതുപോലെ തന്നെ അവളുടെ യഥാർത്ഥ പേരും അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷെ അത് മലയാളത്തിലാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഇംഗ്ലീഷ് സിനിമയിൽ മലയാളാക്ഷരത്തിൽ എഴുതി വെച്ചതെന്ന് എനിക്കറിയില്ല. മലയാളം ആയതുകൊണ്ട് തന്നെ എലിസബത്തിന് അത് വായിക്കാൻ കഴിയുന്നില്ല. പക്ഷെ അവിടെ പേര് എഴുതി വെച്ചിട്ടുണ്ട്, മറിയം എന്ന്. എന്താണ് ഇതിന്റെ കുട്ടൻസ് എന്ന് ആർക്കെങ്കിലും മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു തരണേ. എന്തായാലും ഇതേ സമയത്താണ് ചോര ഒലിപ്പിച്ച കാലുമായിട്ട് അങ്ങോട്ടേക്ക് ഇപ്പോൾ എർസൽ വരുന്നത്. ഇവിടെ സീൻ കിട്ടിയ അടുത്ത സീനിൽ കാണിക്കുന്നത് ക്യാപ്റ്റൻ കോർണറിനെയാണ്. കൂടെ തന്നെ ലീ ഉണ്ട് കേട്ടോ. പക്ഷെ ഇവിടെ നടന്ന ഈ സംഭവത്തിൽ ലീക്ക് ഭയങ്കരമായ അതൃപ്തിയുണ്ട്. അതായത് മര്യാദക്ക് അവൾ ആ ഒരു സ്വർണം തന്നു പോവുമായിരുന്നു. അതിനിടയിൽ പ്രശ്നം ഉണ്ടാക്കിയത് ക്യാപ്റ്റൻ കോർണറാണ്. ഇനിയും ഇയാളുടെ കൂടെ നിൽക്കാൻ പറ്റില്ല, ഇയാൾക്ക് മറ്റെന്തെങ്കിലും ഉദ്ദേശമാണ്. സോ ലീ അയാളുടെ ആളുകളുമായിട്ട് ഇവിടുന്ന് പോകുന്നു പറഞ്ഞ് അവിടുന്ന് പോകാൻ നേരം ക്യാപ്റ്റൻ കോർണർ പറയാണ്, ഇത് നിയമത്തിനെതിരെയാണ്, നിയമം തെറ്റിച്ചാൽ മരണമാണ് ശിക്ഷ. പിന്നീട് കോർണർ ഗണ്ണെടുക്കുന്നുണ്ട്. ഇതേ നേരം തന്നെ ലീ പറയാണ്, ഇത്രയും നാളെ നിന്റെ കൂടെ നിന്നിട്ട് എന്നെ പിന്നിൽ നിന്ന് വെടിവെക്കാൻ പോവല്ലേ. അപ്പോഴേക്കും ലീയും ഗണ്ണെടുത്ത് ഷൂട്ട് ചെയ്യാൻ നിൽക്കുമ്പോഴേക്കും ക്യാപ്റ്റൻ കോർണർ അയാളെ വെട്ടിവെച്ച് കൊന്നുകളയാണ്. ഇത് കണ്ട് ഭയന്ന് നിൽക്കുന്ന ബാക്കിയുള്ള ആളുകളുടെ അടുത്തേക്ക് ക്യാപ്റ്റൻ കോർണർ വന്നിട്ട് പറയാണ്, ഞാൻ ചെയ്തത് തെറ്റാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഇവിടെ കിടക്കുന്ന ഈ സ്വർണം ഇതാണോ നമുക്ക് വേണ്ടത്? പട്ടികളെ പോലെ
കുറെ വർഷങ്ങളായില്ലേ ഈ കടലിലൂടെ നമ്മൾ എല്ലാവരും അലയാൻ തുടങ്ങിയിട്ട്. ഈ സമ്പത്ത് നമുക്ക് കിട്ടിയിട്ട് എന്ത് ചെയ്യാനാ? ബ്രിട്ടന് വേണ്ടി കോളനികൾ ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ എന്തൊക്കെ ചെയ്തു? അവരുടെ പണപ്പെട്ടികൾ നമ്മൾ നിറച്ചു കൊടുത്തില്ലേ? എന്നിട്ട് എല്ലാം തികഞ്ഞ ഒരു ആധുനിക ലോകം അവരുണ്ടാക്കിയെടുത്തപ്പോ നമ്മളെയൊന്നും അവർക്ക് വേണ്ട. നമ്മൾ വെറും കുറ്റവാളികൾ. പക്ഷെ ഇങ്ങനെ ജീവിക്കാൻ നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യമുണ്ടോ? എനിക്കറിയാം ആർക്കും താല്പര്യമില്ലാന്ന്. നമ്മുടെ സുവർണകാലം അത് നമ്മൾ തിരിച്ചു പിടിക്കും. എങ്ങനെയാണെന്നല്ലേ? ബ്രിട്ടൻ അടക്കം 3 സാമ്രാജ്യങ്ങൾ പുറപ്പെടുവിച്ച ഒരു നോട്ടീസാണിത്. ഒരു സംഭവം ഇപ്പോ ഈ ഒരു കോണർ കാണിച്ചു കൊടുക്കുന്നുണ്ട്. അതിൽ പറഞ്ഞിരിക്കുന്നത് ബ്ലഡി മേരി എന്ന ക്രിമിനൽ ആ സ്ത്രീയെ പിടിച്ചു കൊടുക്കുകയാണെങ്കിൽ കൊടുക്കുന്നവർക്ക് ആജീവനാന്തം ഫ്രീ ആയിട്ട് വിലസാം. ഇവിടെ അവരുടെ എല്ലാ കുറ്റങ്ങളും തേച്ചു മായ്ച്ചു കളയും. അതുകൊണ്ട് തന്നെയാണ് ക്യാപ്റ്റൻ കോണർ ഇങ്ങോട്ടേക്ക് വന്നത്. എർസലിനെ ജീവനോട് പിടിക്കാൻ നോക്കുന്നത്, അതായത് ബ്ലഡി മേരി ഇവരെക്കാളൊക്കെ വയലന്റ് ആയിട്ടുള്ള വലിയൊരു കുറ്റവാളിയായിരുന്നു ഒരു കാലത്ത്. അങ്ങനെ ക്യാപ്റ്റൻ കോണറുടെ യഥാർത്ഥ ലക്ഷ്യം മനസ്സിലാക്കിയ അവരെല്ലാവരും നിശബ്ദരായി നിൽക്കുകയാണ്. ശരിയാണ്, ക്യാപ്റ്റൻ പറയുന്നതാണ് ശരി എന്നവർക്ക് തോന്നാൻ തുടങ്ങി. സ്വർണ്ണമല്ല, അതിനേക്കാൾ മുഖ്യം അവളെ പിടിക്കലാണ്. എർസലിനെ ജീവനോട് പിടിക്കലാണ്. എർസലല്ല, ബ്ലഡി മേരി, കുപ്രസിദ്ധിയായിട്ടുള്ള ആ കുറ്റവാളി. തല്ല പോയാൽ നിങ്ങൾ എന്റെ കൂടെ നിൽക്കില്ല എന്ന് ചോദിക്കുന്ന സമയത്ത് എല്ലാവരും ആവശ്യത്തോട് പറയാണ് നിങ്ങളുടെ കൂടെ ഞങ്ങളുണ്ടാവും. അതായത് അവരുടെ ടീം ഒന്നുകൂടെ ശക്തമാകുകയാണ്. അത് എർസലിന് വല്ലാത്തൊരു പണിയാകും എന്തായാലും. ഇതേ നേരം തന്നെ വെടിയേറ്റ എർസലിന്റെ കാലിലെ ആ ഒരു മുറിവ് അത് വെച്ച് കെട്ടിക്കൊടുക്കുകയാണ് എലിസബത്ത്. കൂടെ തന്നെ ഐസക് ഉണ്ട്. ആ നേരത്ത് അവരോട് ആ സത്യം പറയുന്നുണ്ട്. അതായത് ഐസക്, നിന്റെ അച്ഛൻ ഇനിയില്ല. അതുപോലെ തന്നെ എലിസബത്ത്, നിന്റെ സഹോദരൻ അദ്ദേഹം മരിച്ചുപോയി. പെട്ടെന്നായിരുന്നു എർസൽ ആ ഒരു കാര്യം ഒറ്റയടിക്ക് തുറന്നു പറഞ്ഞത്. ഇത് കേട്ട ഐസക്കും അതുപോലെ തന്നെ എലിസബത്തും പൊട്ടിക്കരയാൻ തുടങ്ങുകയാണ്. കുഞ്ഞു ചെറുക്കനായിട്ടുള്ള ഐസക് കുറെ നാളായിട്ട് കാത്തിരിക്കുക അവന്റെ അച്ഛന് വേണ്ടിയിട്ട്. ആ വിഷമം അവനെ കൊണ്ട് താങ്ങാൻ കഴിയുന്നില്ല. ഇതേ നേരത്താണെങ്കിൽ ക്യാപ്റ്റൻ കോണറും അയാളുടെ ആൾക്കാരും കൂടെ എർസലിന്റെ വീടിന് തീ വെക്കുകയാണ്. മാത്രമല്ല കിണറ്റിന്റെ അടിഭാഗത്ത് കൂടിയുള്ള ആ ഒരു തുരങ്കം ഇപ്പൊ അവര് കണ്ടുപിടിക്കുകയാണ്. ഇതേ നേരം ഗുഹയിൽ വെച്ച് എർസൽ എല്ലാ രീതിയിലും തയ്യാറെടുപ്പുകൾ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അതേ സമയത്ത് തന്നെ ഐസക്കിനോടും എലിസബത്തിനോടും പറയാണ്, നിങ്ങൾ ഇവിടുന്ന് രക്ഷപ്പെട്ട് നേരെ അപായ സൂചന കൊടുക്കുന്ന ആ സ്ഥലത്തേക്ക് പോയിട്ട് നേരം വെളുക്കാൻ നേരത്ത് നിങ്ങൾ ആ ഒരു തീ കത്തിക്കണം. ആ പുക കണ്ട് ഇങ്ങോട്ടേക്ക് ബ്രിട്ടീഷ് പട്ടാളക്കാർ വരും. എന്നാൽ ഇപ്പൊ തന്നെ കത്തിച്ചൂടെ എന്ന് എലിസബത്ത് ചോദിക്കുമ്പോൾ ഐസക് പറയണ രാത്രി കത്തിച്ചിട്ട് കാര്യമില്ല, പകല് കത്തിച്ചാലേ ആ പുക അവർക്ക് വ്യക്തമായി കാണാൻ കഴിയുള്ളൂ. എന്നാൽ ഇതേ സമയത്ത് തന്നെ എലിസബത്ത് പറയണ, ചേച്ചി നിങ്ങൾ ഒറ്റയ്ക്ക് പോരാടണ്ട, ഞങ്ങളും കൂടെ നിൽക്കാന്ന് പറയണം. ഈ പെർസൽ അവരൊന്ന് നോക്കിയിട്ട് പറയണ, ശരി, പക്ഷെ ഞാൻ പറയുന്നത് പോലെ കേൾക്കണം എന്ന് പറയണം. കാരണം എലിസബത്ത് ഫുള്ള് തർക്കുത്തരത്തിന്റെ ആളാണ്. അപ്പൊ അത് കേട്ടപാടിനെ പറയണ, ഞാൻ അങ്ങനെയൊന്നും ചെയ്യില്ല. ഇത് തന്നെയാണ് ഞാൻ പറഞ്ഞത്, ഞാൻ പറയുന്നത് കേട്ട് അതുപോലെ ചെയ്യണം. ഈ ഗുഹ നമ്മുടെ സുരക്ഷയ്ക്ക് വേണ്ടി ഞാൻ ഉണ്ടാക്കിയതാണ്. ഇതിന്റെ ഓരോ മുക്കും മൂലം എനിക്ക് നന്നായിട്ട് അറിയാം. ഇന്ന് രാത്രി നിങ്ങളെയും ഞാനൊരു പോരാളികളാക്കി മാറ്റാൻ വേണ്ടി പോകണം. സോ ആയുധങ്ങളൊക്കെ തയ്യാറാക്കുന്നുണ്ട്. അതിനുവേണ്ടി ഇവരെയും ഉപയോഗിക്കുകയാണ് ഇപ്പോ എർസൽ. ഗുഹയുടെ പല ഭാഗത്തും വെടിയുണ്ടകൾ തോലിൽ പൊതിഞ്ഞ് അതിൽ വെടിമരുന്ന് നിറച്ച് ഒരു പ്രത്യേക രീതിയിൽ സജ്ജീകരിക്കുന്നുണ്ട്. നിധി തേടി വരുന്നവർക്ക് ഇന്ന് ചോരയുടെ മണം അതെന്താണെന്ന് ഞാൻ കാണിച്ചു കൊടുക്കുന്നു എർസൽ പറയാണ്. ഇതേ നേരം തന്നെ ആ ടണലിന്റെ ഉള്ളിലൂടെ ക്യാപ്റ്റൻ കോണറും അദ്ദേഹത്തിന്റെ ആളുകളും നേരെ ഇപ്പൊ ഈ ഒരു ഗുഹയുടെ അടുത്തേക്ക് എത്തി. അതായത് എർസലിന്റെ ഒളിവ് സങ്കേതം അവർ കണ്ടുപിടിച്ചു കഴിഞ്ഞു. ഓരോരുത്തരായിട്ടും അതിന്റെ ഉള്ളിലേക്ക് കയറാൻ തുടങ്ങുകയാണ്. എന്നാൽ അവർ നേരെ ചെന്ന് കയറി കൊടുത്തത് അവൾ ഒരുക്കിയ ട്രാപ്പിലേക്കായിരുന്നു. ഓരോ സ്ഥലത്തും അവർ തൊടുമ്പോൾ ഓരോ ഗണ്ണും പൊട്ടുകയാണ്. ഓരോരുത്തന്മാരുടെ തലയും പൊട്ടിച്ചെതറുന്നുണ്ട്. അപകടം മനസ്സിലായ അവരെല്ലാം ജാഗരൂപരാവുകയാണ്. മാത്രമല്ല ഒളിച്ചിരിക്കുന്ന എർസലിനെ അവർ കണ്ട് അങ്ങോട്ടേക്ക് അവർ ഷൂട്ട് ചെയ്യണം. എന്നാൽ എർസൽ കറക്റ്റായിട്ട് പ്ലാനിങ്ങിലായിരുന്നു. ഓരോരുത്തരുടെയും തല നോക്കി തന്നെ സ്നൈപ്പർ വെച്ച് അടിക്കുകയാണ്. ഇവരെല്ലാവരും ഉള്ളിലേക്ക് കയറി കഴിഞ്ഞപ്പോൾ മറ്റൊരു തുരങ്കത്തിലൂടെ നമ്മുടെ എലിസബത്തും അതുപോലെ തന്നെ ഐസക്കും രക്ഷപ്പെട്ട് പുറത്തേക്ക് പോകണം. അവരുടെ പിന്നാലെയും ഒരു 4-5 പേര് വരുന്നുണ്ട്. സോ അവർക്കായിട്ട് മറ്റൊരു ട്രാപ്പ് ഒരുക്കിയിട്ടുണ്ടായിരുന്നു. ഈ ചുമരിൽ ബുള്ളറ്റുകൾ ഒരു തോലിൽ പൊതിഞ്ഞു വെച്ചായിരുന്നല്ലോ, അതിൽ തിരികെ കൊടുത്തിട്ടാണ് ഇവർ രണ്ടുപേരും പോകുന്നത്. ടണലിന്റെ ആ ഒരു ഭാഗത്തേക്ക് ഇവരെത്തിയ സമയത്ത് അതങ്ങോട്ട് പൊട്ടുകയാണ്. ചുമരിൽ നിന്നും ബുള്ളറ്റുകൾ തെറിക്കുന്നുണ്ട്. ഇവന്മാരുടെ എല്ലാവരുടെയും മേത്തേക്ക് അത് കയറുകയാണ്. വെള്ളമുടിയുള്ള ആ ഒരു കൊള്ളക്കാരനുണ്ടല്ലോ, അയാളുടെ ദേഹത്തും ബുള്ളറ്റ് കയറി നല്ല പരിക്ക് ഏൽക്കുന്നുണ്ട്. ഇതേ സമയത്ത് തന്നെ എർസലിനെ ക്യാപ്റ്റൻ കോണർ സ്പോട്ട് ചെയ്യാണ്. അവളെ പിടിക്കാനായിട്ട് അവളുടെ പിന്നാലെ തന്നെ പോകുന്നുണ്ട്. ഇതേ സമയത്ത് രക്ഷപ്പെട്ട് പുറത്തേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന എലിസബത്തിനെയും ഐസക്കിനെയും വെള്ളമുടിയുള്ള ആ കൊള്ളക്കാരൻ പിടിക്കുകയാണ്. അവളുടെ കഴുത്തിലെ ആ മാല കണ്ടപ്പോൾ തന്നെ ഇയാൾക്കൊരു കാര്യം മനസ്സിലായി. ആഹാ, അന്ന് കടൽ തീരത്തേക്ക് കയറിയ സമയത്ത് ഞാനൊരുത്തനെ തട്ടിയായിരുന്നു. അവന്റെ പെണ്ണാണല്ലേ ഇത്. ഇതുപോലത്തെ ഒരു മാല അവന്റെ കഴുത്തിലും കണ്ടായിരുന്നു. എന്തായാലും ഇന്ന് ഇവിടെ വെച്ച് നിന്നെ ഞാൻ ശരിയാക്കി തരാന്ന് പറഞ്ഞിട്ട് അവളെ ഉപദ്രവിക്കാൻ നോക്കുകയാണ് ഇപ്പൊ ഒരു വെള്ളം മുടിയുള്ള കടൽ കൊള്ളക്കാരൻ. അവൾ പേടിച്ചോടാൻ നോക്കിയ സമയത്ത് നിലത്തേക്ക് വീഴുന്നുണ്ട്. അവളുടെ കാല് പിടിച്ചിപ്പോ അയാൾ വലിക്കുകയാണ്. ഇതേ നേരത്തിന് എലിസബത്ത് ഒരു കാര്യം കാണുന്നുണ്ട്. അവളൊരു ചരടിൽ പിടിക്കുകയാണ്. ഒരൊറ്റ വലിയാണ്. അവിടെ ഉണ്ടായിരുന്ന ഒരു ക്രോസ് ബോ മിഷീൻ ആയിരുന്നു. അതിലുണ്ടായിരുന്ന വലിയൊരു അമ്പ് ഇയാളുടെ ദേഹത്തേക്ക് തുളച്ച് കയറുകയാണ്. അതായത് ആ ഒരു കയറ് വലിച്ചപ്പോഴാണ് അതങ്ങനെ ആക്റ്റീവ് ആയത് കേട്ടോ. ഇപ്പൊ അത്രയും വലിയ അമ്പ് ഇയാളുടെ ദേഹത്ത് കയറിയിട്ട് ആ ചുമരിൽ പൊടി തുളച്ച് നിൽക്കുകയാണ്. അനങ്ങാൻ കഴിയാതെ ഇയാളിങ്ങനെ മരണവെപ്രാളത്തിൽ പെടയുന്ന സമയത്ത് അവന്റെ അടുത്തേക്ക് ചെന്ന് അവന്റെ കഴുത്തിലെ വെസ്റ്റന്റെ മാല പറിച്ചെടുത്തുകൊണ്ട് തന്നെ എലിസബത്ത് അവന്റെ മുഖത്തോക്കിട്ട് പറയാണ്, ഇത് ധരിക്കാനുള്ള അർഹത നിനക്കില്ലടാ. ഇതേ നേരം തന്നെ ക്യാപ്റ്റൻ കോണർ എർസലിനെ പിടിക്കാനായിട്ട് ആ ഗുഹയുടെ പല ഭാഗത്തോടെയും വന്നുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഇരുട്ടത്ത് നിന്നുകൊണ്ട് തന്നെ അവന്റെ ഓരോ ആൾക്കാരെയും തീർത്തുകൊണ്ടിരിക്കുകയാണ് എർസൽ. അങ്ങനെ അവസാനം ക്യാപ്റ്റൻ കോണർ ഇപ്പോൾ
ഗുഹയുടെ ഏറ്റവും മുകൾ ഭാഗത്തെത്തി. മാത്രമല്ല അപായ സൂചന കൊടുക്കുന്ന ആ വിറക് കൂമ്പാരം അവനിപ്പോ കണ്ടിട്ടുണ്ട്. ഇതേ സമയത്തിന് അവൻ പറയാണ്, എർസലെ ഒളിച്ചിരിക്കേണ്ട, പുറത്തേക്ക് വാ, മുകളിലേക്ക് വാ, ഇനി നമുക്ക് നേരിട്ട് പോരാടി തീരുമാനിക്കാം ആരാണ് മികച്ചതെന്ന്. പിന്നീട് ക്യാപ്റ്റൻ കോണർ തന്നെ അപായ സൂചനയ്ക്ക് തീ കൊടുക്കുകയാണ്. കാരണം ബ്രിട്ടീഷ് സൈന്യം ഇങ്ങോട്ടേക്ക് വരേണ്ടത് അവന്റെ ആവശ്യമാണ്, അവന് കാണിച്ചു കൊടുക്കണം ബ്ലഡി മേരി ഇവിടെ ഉണ്ട്. അധികം വൈകാതെ അങ്ങോട്ടേക്ക് പെർസൽ വരികയാണ്. എർസലിന് നന്നായിട്ട് അറിയായിരുന്നു എന്താണ് ഈ ക്യാപ്റ്റൻ കോർണറുടെ ഉദ്ദേശം എന്ന്. പിന്നീട് അവർ രണ്ടുപേരും അവിടെ വെച്ച് പൊരിഞ്ഞ പോരാട്ടം തുടങ്ങുകയാണ് കേട്ടോ. ഒരു കാലത്ത് ഏറ്റവും മികച്ച രണ്ട് കടൽ കൊള്ളക്കാർ ഇപ്പൊ നേരിട്ട് ഏറ്റുമുട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഒരു സമയത്ത് ഒരുപാട് അങ്ങോട്ടും ഇങ്ങോട്ടും പ്രണയിച്ചവരായിരുന്നവർ രണ്ടുപേരും. പക്ഷെ എർസൽ അവനെ പ്രണയിച്ചത് അവളുടെ നിലനിൽപ്പിന് വേണ്ടി മാത്രമായിരുന്നു. പക്ഷെ ക്യാപ്റ്റൻ കോർണർ പ്രണയിച്ചത് അത് യഥാർത്ഥ പ്രണയം തന്നെയായിരുന്നു. ഒരവസരം കിട്ടിയപ്പോൾ അവനെ കുത്തി അവന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടതാണ് എർസൽ. എന്തായാലും പോരാട്ടത്തിനൊടുവിൽ എർസലിന് അവനോട് മുട്ടി ജയിക്കാൻ കഴിയുന്നില്ല. അവൾ മരണം മുന്നിൽ കാണുകയാണ്. അവളുടെ നെഞ്ചിലേക്ക് വാള് വെച്ച് നിൽക്കുന്ന ക്യാപ്റ്റൻ കോർണറിനോട് എർസൽ പറയാണ്, കയറ്റി എന്റെ നെഞ്ചിലേക്ക് തന്നെ കയറ്റി എന്നെ കൊന്നു കളഞ്ഞേക്കെന്ന് പറയാണ്. ക്യാപ്റ്റൻ കോർണറിന് ഒറ്റയടിക്ക് അത് ചെയ്യാൻ കഴിയുന്നില്ല. എന്നാലും അവളെ കൊല്ലാനായിട്ട് കോർണർ വാൾ അമർത്താൻ നിൽക്കുമ്പോൾ പെട്ടെന്ന് അയാളുടെ ദേഹത്തേക്ക് ഒരു ബുള്ളറ്റ് കയറാണ്. നോക്കുമ്പോൾ ആരാണ്? നമ്മുടെ എലിസബത്ത്. ഈ അവസരം നന്നായിട്ട് തന്നെ എർസൽ ഉപയോഗിക്കുകയാണ്. അവളുടെ കയ്യിലുണ്ടായിരുന്ന പൊട്ടിയ വാളെടുത്ത് അയാളുടെ നെഞ്ചിലെ കാഞ്ഞു കുത്തുകയാണ്. ഒരു നിമിഷം ക്യാപ്റ്റൻ കോർണർ ഒന്ന് പകച്ചുപോയി. മരണം മുന്നിൽ കണ്ടുകൊണ്ട് ആ വേദനയിലും അയാൾ ഇപ്പോൾ എർസലിന്റെ മുഖത്ത് നോക്കിയിട്ട് പറയാണ്, നീ എന്റെ മേരിയാണ്, എന്റെ മേരി. പ്രണയത്താൽ മനസ്സ് തകർക്കപ്പെട്ട ഒരു മനുഷ്യനായിരുന്നു ഈ ക്യാപ്റ്റൻ കോർണർ. അതിലൂടെയാണ് ഇയാൾക്ക് ഇത്രത്തോളം പക വന്നത്. അവസാനം ഇയാൾ അവിടെ കിടന്ന് മരിക്കുകയാണ് കേട്ടോ. അതേ നേരം തന്നെ ഇവിടെ ഉണ്ടായിരുന്ന ആ ഒരു അപായ സൂചനയുടെ പുക കണ്ട് ബ്രിട്ടീഷ് സൈന്യം മുഴുവനായിട്ടും ഇങ്ങോട്ടേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ അവർ വരുന്നതിന് മുന്നേ തന്നെ ബ്ലഡി മേരിക്ക് അവളുടെ യഥാർത്ഥ മുഖം മറച്ചല്ലേ പറ്റുള്ളൂ. അതിന് അവളെ സഹായിക്കാന്ന് എലിസബത്തും പറയാണ്. താഴെ ഇവർക്ക് രക്ഷപ്പെടാനായിട്ടുള്ള ചെറിയൊരു തോണി തയ്യാറാക്കി നമ്മുടെ ഐസകും നിൽക്കുന്നുണ്ട്. പിന്നീട് ഈ ദ്വീപിലേക്ക് വരുന്ന ബ്രിട്ടീഷ് സൈന്യത്തെ കാണിച്ചുകൊണ്ടാണ് സിനിമയോട് തീരുന്നത്. അപ്പൊ ഈ ഒരു സിനിമ നിങ്ങൾക്ക് ഇഷ്ടമായോ? ഇഷ്ടമായാൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. അപ്പൊ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ.